ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ മഹാസമ്മേളനത്തിൽ എളിയവനായി എനിക്ക് ദൈവശബ്ദവുമായിട്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, എൻ്റെ പ്രാണപ്രിയനായ കർത്താവ് ഒരവസരം കൂടി എൻ്റെ ജീവിതത്തിൽ നൽകിയതോർത്ത് എൻ്റെ പ്രാണനാഥന് ഞാൻ നന്ദി കരേറ്റുന്നു. സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ. ഒരുപക്ഷെ നമ്മുടെ സഭാവിഭാഗങ്ങളുമായിട്ട് അധികം ബന്ധമില്ലാത്ത രണ്ട് ജനപ്രതിനിധികൾ ഇവിടെ വന്ന് ആശംസ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരു ഉത്സവമാണെന്ന്. ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉത്സാഹവുമില്ലാതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരു ശബ്ദമെടുത്തൊരു ഹല്ലേലൂയ പോലും പറയാതിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ആ ജനപ്രതിനിധികൾക്കുള്ള സന്തോഷം പോലും നമുക്കില്ലേ? കേട്ടോ, നിങ്ങൾ കേട്ടോ? ഹല്ലേലൂയ കേട്ടായിരുന്നു? ഇപ്പോൾ പറഞ്ഞ് കേട്ടായിരുന്നു? സ്തോത്രം. ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞ സ്തോത്രം. ഇതൊക്കെ ലോകം മുഴുവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതും മറന്നു പോകരുത്. ആമേൻ. നിങ്ങൾക്ക് ഇത്രയും ശബ്ദമൊക്കെ ഉള്ളോ? ഹല്ലേലൂയ. ഈ മഹായോഗം ഇന്ന് രാത്രി വളരെ പരിജ്ഞാനത്തോടെ, സാധാരണ ആമേൻ, അധ്യക്ഷനും ഉദ്ഘാടകനും കൂടി ഒരാൾ തന്നെ ആകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇന്ന് രാത്രി സാവുചാൻ അത് കൈകാര്യം ചെയ്ത രീതി ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അമ്മേ, വളരെ സ്വീറ്റായിട്ട്, വളരെ ഷോർട്ടായിട്ട്. അമ്മേ, ഒത്തിരി സന്തോഷം. ഈ സഭയുടെ ശുശ്രൂഷകനായി എന്നെ ക്ഷണിച്ച ദൈവത്തിൻ്റെ ദാസന്, ഇന്ന് രാത്രി ഉപവിഷ്ടരായിരിക്കുന്ന, സ്റ്റേജിലൊന്നും വരാതെ ഗ്രൗണ്ടിൽ ദൈവദാസന്മാർ അനവധി പേരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദസ്വമിക്കുള്ളിൽ അപ്പോൾ തന്നെ ഇത് ഓൺലൈനായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എവിടെയെല്ലാം കേൾക്കുന്നുണ്ടോ അവിടെയെല്ലാം, ഈ ശബ്ദം എവിടെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഉള്ളവർ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ശുശ്രൂഷയ്ക്ക് ആധാരമായി വേദപുസ്തകത്തിൽ നിന്ന് ഒരു വചനം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. യോനായുടെ പുസ്തകം 4-ാം അധ്യായം, അതിന് 5, 6, 7 വാക്യങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. യെസ്. അനന്തരം യോന നഗരത്തിൻ്റെ പുറത്ത് കിഴക്ക് ഭാഗത്തായിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ അവൻ്റെ തണലിൽ കാത്തിരുന്നു. യോനയുടെ സങ്കടത്തിലെ ആശ്വാസമായും അവൻ്റെ തലയ്ക്ക് മുകളിൽ തണലായിരിക്കണവന് യഹോവയായ ദൈവം ഒരു ആവണക്കുണ്ടാക്കുവാൻ കൽപ്പിച്ചു. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവകൽപ്പനയാൽ ഒരു പുഴു ആ ആവണക്ക് നശിപ്പിച്ചു കളഞ്ഞു. അത് വാടിപ്പോയി. മതി. കേൾക്കപ്പെട്ട ദൈവവചനം അത് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും, ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു. ആമേൻ. സ്തുതിക്കാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ വചനം നമുക്ക് നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. സുവിശേഷ മഹായോഗം എവിടെ നടക്കുന്നോ അവിടെ വലിയ വിടുതലുകൾ ഉണ്ടാകും. സുവിശേഷ മഹായോഗം എവിടെ നടക്കുന്നോ അവിടെ പാപികൾ മാനസാന്തരപ്പെടും. സുവിശേഷ മഹായോഗം എവിടെ നടക്കുന്നോ അവിടെ രോഗികൾ സൗഖ്യമാകും. സുവിശേഷ മഹായോഗം എവിടെ നടക്കുന്നോ അവിടെ അനേക ബന്ധനങ്ങൾ അഴിയും. സുവിശേഷ മഹായോഗം എവിടെ നടക്കുന്നോ അവിടെ അന്ധകാര ശക്തികൾ അടിയറവ് പറയുന്ന, ആമേൻ, എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവർണ്ണനീയമായി, അഗോചരമായി, അപ്രമേയത്വം തുള്ളിമേ നിൽക്കുന്ന ആഴമേറിയത് ദൈവത്തിൻ്റെ ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഈ രാത്രികാലം
കർത്താവ് ഇടയാക്കുമ്പോൾ ഈ ദേശത്ത് അതൊരു അത്ഭുതമായി മാറുവാൻ, വെഞ്ഞാറമൂട് ദേശത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ സ്തുതിച്ചാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥിക്കാത്തവരുടെ ചങ്ങലകൾ പോലും അഴിഞ്ഞു വീണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ആരാധിച്ചാൽ, ഒരുപക്ഷെ ഈ ഗ്രൗണ്ടിനകത്ത് വരാതെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരുടെ മേൽ പോലും ശത്രു കെട്ടിയ ചങ്ങലകൾ ഈ ആരാധനയിൽ അഴിഞ്ഞു വീഴുന്ന ഒരാത്മീയ മണ്ഡലമാ. കൃപയുള്ളവർ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം ഇറങ്ങുന്ന രാത്രി, ദൈവമഹത്വം ഇറങ്ങുന്ന രാത്രി, ദൈവമഹത്വം ഇറങ്ങുന്ന രാത്രി. ഒരു പക്ഷേ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും യോനയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 4 അധ്യായങ്ങളടങ്ങിയ പുസ്തകം ലോക ചരിത്രത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കുന്ന 4 ഓട്ടങ്ങളുടെ പുസ്തകമാണ്. 4 ഓട്ടങ്ങൾ. അതിൽ ഒന്നാമത്തെ ഓട്ടം, ഇവാഞ്ചലിസ്റ്റായിരുന്ന യോന ടൂറിസ്റ്റായിട്ട് ഓടിയതാണ്. ദൈവം നിനവേക്ക് വേണ്ടി നിയമിച്ചവൻ തർശോസിലുള്ള കപ്പലിൽ കയറുമ്പോൾ ഇവാഞ്ചലിസ്റ്റ് ടൂറിസ്റ്റായിട്ട് മാറുക. തിരുവനന്തപുരത്ത് തമ്പുരാൻ ഇവാഞ്ചലിസ്റ്റായിട്ട് അയച്ചവർ കോവളവും പൊന്മുടിയും കന്യാകുമാരിയും കണ്ട് കറങ്ങുമ്പോൾ ഒരുപക്ഷെ ഒരു യോനാച്ചനായി മാറാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ വിളിച്ചു പറയാ, തമ്പുരാൻ നിന്നെ അനന്തപുരി കൊണ്ടുവന്നത് അവൻ കന്യാകുമാരി കാണാനും കോവളത്ത് പോകാനും ബീച്ച് കറങ്ങാനും പൊന്മുടി പോകാനുമല്ല. നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഒരു പ്രൊഫറ്റായിട്ടാ, ഒരു പ്രവാചകനായിട്ടാ, അനന്തപുരിയുടെ ദൈവ ശബ്ദമായിട്ടാ. ദൈവ സന്നിധി വിട്ട് യോനായുടെ ഒരു ഓട്ടത്തോടു കൂടിയാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ഓട്ടം പ്രാർത്ഥനയിൽ നിന്ന് ഒരൊറ്റപ്പെട്ട ഒരു ഓട്ടമാണ്. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ ഒന്ന് ശ്രദ്ധിച്ചേ. 1-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. 1-ന്റെ 5 വായിച്ചേ. എന്നാൽ യോന യഹോവയുടെ വാക്കനുസരിച്ച് നിലവയിലേക്ക് പോകാതെ 1-ന്റെ 5 കപ്പലിലുള്ളവർ ഭയപ്പെട്ടു ഓരോരുത്തൻ താൻ ദൈവനോട് നിലവിളിച്ചു. സാവധാനം വായിച്ചാൽ മതി, ശ്വാസം വിട്ട് വായിച്ചാൽ മതി. അമ്മ കപ്പലുള്ളവർ ഭയപ്പെട്ടു, അത്രേ മനസ്സിലായുള്ളൂ, പിന്നൊന്നും മനസ്സിലായില്ല. ഓരോരുത്തൻ ദേവനോട് നിലവിളിച്ചു. എല്ലാവരും ശ്രദ്ധിച്ച്. അവൻ ആ കപ്പലിനകത്ത് വലിയ പ്രശ്നമുണ്ടാകുക, കപ്പലിന് നേരെ കാറ്റടിക്കുക. ഓരോരുത്തർ താന്താന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ സത്യ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടവൻ മാത്രമില്ല. കപ്പലിനകത്ത് വിവിധ മതങ്ങളിൽപ്പെട്ടവരുണ്ട്. ആ കപ്പൽ നമ്മുടെ ഇന്ത്യയെ കാണിക്കുക, ആ കപ്പൽ നമ്മുടെ കേരളത്തെ കാണിക്കുക, ആ കപ്പൽ നമ്മുടെ തിരുവനന്തപുരത്തെ കാണിക്കുക. ഒരുപാട് മതസ്ഥരുണ്ട്, വിവിധ പ്രാർത്ഥനകൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പ്രതികൂലം വന്നപ്പോൾ, കപ്പലിന് നേരെ കൊടുങ്കാറ്റടിച്ചപ്പോൾ, ഓരോരുത്തരും അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സത്യ ദൈവത്തിന്റെ പ്രതിനിധിയായി ആ കപ്പലിൽ ഉള്ളവൻ മാത്രമില്ല, അവൻ പ്രാർത്ഥനയിൽ നിന്ന് ഒളിച്ചോടി. അവൻ സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ പ്രാർത്ഥന വെച്ചാൽ കൃത്യസമയത്ത് പോകാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ, അവരുടെ പേരാണ് ക്രിസ്ത്യാനികൾ. ബാക്കി എല്ലാ മതക്കാരെ എടുത്ത് നോക്കിയോ, അവർ കൃത്യമായിട്ട് നോയമ്പെടുക്കും, കൃത്യമായിട്ട് നോയമ്പെടുത്തു പോകും. എന്തുമായിക്കോട്ടെ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അഭിഷക്തന്മാർ പറഞ്ഞാൽ 10 മണിക്ക് ആരാധന പറഞ്ഞാൽ 11:30 വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ല, യോനാച്ചന്റെ പ്രതിനിധികൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിന്ന് ഒളിച്ചോടുന്നവർ, ആരാധനയിൽ നിന്ന് ഒളിച്ചോടുന്നവർ, ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് ഒളിച്ചോടുന്നവർ. യോനായുടെ 3-ാമത്തെ ഓട്ടം, അത് യോന അല്ല ഓടുന്നത്. യോന
മീൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ മീൻ ഓടാൻ തുടങ്ങി. ഒരു ദൂത് ഇന്ന് രാത്രി വിളിച്ചു പറയാ, ദൈവത്തെ അനുസരിക്കാതെ ഇവാഞ്ചലിസ്റ്റായിട്ട് ദൈവം തിരഞ്ഞെടുത്തവൻ ടൂറിസ്റ്റായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവനെ വിഴുങ്ങാൻ ഒരു മീനുണ്ടെന്ന്, അവനെ വിഴുങ്ങാൻ അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന ചിലതുണ്ടെന്ന് ഇന്ന് രാത്രി അവൻ കൃപയുള്ളവർക്ക് സ്തോത്രം പറയാനും അത്യാവശ്യം ഒന്ന് ഊറിച്ചിരിക്കാനും ഒരു ദൂത് പറയാ. അവൻ അനുസരിക്കാത്ത യോന അനുസരിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന മീനിനകത്ത് വയറ്റിനകത്ത് കിടക്കുക. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുസരണമില്ലാത്ത യോനാച്ചൻ എന്ന് പറഞ്ഞ അനുസരണമില്ലാത്ത ക്രിസ്ത്യാനി അനുസരിക്കുന്ന മീനിന്റെ വയറ്റിനകത്ത് കിടക്കുക. സ്തോത്രം. എന്റെ തമ്പുരാൻ ഒരു ദൂത് വിളിച്ചു പറയുന്ന രാത്രികാലം അനുസരിക്കാത്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സർവശക്തനായ ദൈവത്തിന് അറിയാം. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് മൂന്നാമത്തെ ഓട്ടമാ. നാലാമത്തെ ഓട്ടം ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഊറിച്ചിരിക്കും, രാത്രി വീട്ടിൽ പോയി ചിരിക്കും. ഈ 3 ദിവസം മീൻ്റെ വയറ്റിനകത്ത് കിടന്ന് ഈ പുറത്തെ തൊലിയെല്ലാം പോയിട്ട് ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറിൻ്റെ പുറത്തെ കുഞ്ഞിൻ്റെ മുഖം പോലെ നല്ല പിങ്ക് കളറിൽ എല്ലാം പോയി. ഓർക്കണം, മീനിൻ്റെ വയറ്റിനകത്ത് ദഹനരസത്തിനകത്ത് ദൈവം തമ്പുരാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് യോന ദഹിക്കാതിരുന്നത്, അല്ലെങ്കിൽ പൊടി പോലും കാണത്തില്ല. യോനായെ വിഴുങ്ങാൻ തക്കവണ്ണമുള്ള മീനെന്ന് പറഞ്ഞാൽ സാധാരണ മീനല്ല. ഈ നിനവേ എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം പോലൊരു സ്ഥലമല്ല, തിരുവല്ല പോലെയോ കോട്ടയം പോലെ ഉള്ളൊരു സ്ഥലമാണ്. അതെന്താ അങ്ങനെ? കടലിച്ചിരി ദൂരെയാണ്. യോന നിനവേക്ക് പിന്നെ 3 കുറേ ദൂരം നടന്നെന്ന് അവിടെ ഉണ്ട്, കുറേ സഞ്ചരിച്ചെന്നുണ്ട്. അത് തൻ്റെ 4ാമത്തെ ഓട്ടമാ. ഈ കടലിൻ്റെ തീരത്ത് ചെന്ന് ഈ ഇവാഞ്ചലിസ്റ്റായിട്ട് ദൈവം അയച്ചവൻ ടൂറിസ്റ്റ് ആയപ്പോൾ അവൻ കടലിൻ്റെ തീരത്തിൽ മീൻ അവനെ കൊണ്ട് ഛർദ്ദിച്ചു. അങ്ങനെ ഓർക്കണം നിങ്ങൾ, ഈ കോവളം ബീച്ചിനകത്തൊന്നും ഒരു മനുഷ്യനെ മിടുങ്ങുന്ന മീനിന് വരാൻ പറ്റുകയില്ല. ഒരു പുറംകടലിൽ നിന്ന് അവിടെ നിന്നാണ് ഛർദ്ദിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മീന് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. വയറ്റിനകത്തുനിന്ന് ആമാശയത്തിൽ നിന്ന് അവനെ വായിക്കാത്ത കൊണ്ടുവന്നു ഇവാഞ്ചലിസ്റ്റിനെ. പിന്നെ ആമാശയത്തിൽ കൊണ്ടുപോയി, പിന്നെ വായിക്കാത്ത കൊണ്ടുവന്നു. ഒരു 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ഛർദ്ദിക്കണ്ടേ. പ്രാക്ടീസ് ചെയ്തിട്ട് കൃത്യം കടലിൻ്റെ കരയെ കൊണ്ടുവന്നിട്ട് ഇവനെ അങ്ങോട്ട് ഛർദ്ദിക്കുന്ന ഒരു രംഗമുണ്ട്. ആകാശത്തിൽ കൂടെ ഫ്ലൈയിങ് ഷോസ് പോകുന്ന പോലെ ബഹുമാനപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് പോയി കടലിൻ്റെ കരയെ വീഴുന്നു. കരയെ വീണത് ശരീരത്തിൽ അല്പം പോലും തൊലിയില്ലാതെ എഴുന്നേറ്റ് നിന്ന് ഇവൻ സമർപ്പിക്കുന്ന രംഗമുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിട്ടതാ. ഇവൻ ടൂറിസ്റ്റായിട്ട് പോയിട്ട് ഇപ്പോൾ ദേഹത്ത് ഇഷ്ടം ഒട്ടും തൊലിയില്ലാതെ അല്ല ക്ലീനായിട്ട് എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ചിട്ട് ഇവൻ ദൂത് പറയാൻ നിനവേക്കോടുന്ന ഒരു ഓട്ടമുണ്ട്. അത് 4ാമത്തെ ഓട്ടമാ. കൃപയുള്ളവരെല്ലാം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ യോനായുടെ പുസ്തകത്തിലെ 4 അധ്യായങ്ങൾ ചരിത്രത്തിലെ 4 ഓട്ടങ്ങളുടെ പുസ്തകമാണ്. ഇന്ന് രാത്രികാലം തമ്പുരാൻ വിളിച്ചു പറയുക, അനുസരിക്കാത്തവൻ ഒരുപാട് ഓടേണ്ടി വരും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവൻ ഒരുപാട് ഓടേണ്ടി വരും. ഇന്ന് രാത്രി തമ്പുരാന്റെ വചനം കേട്ടിട്ട് അത് കേൾക്കാത്ത പോലെ പോയാൽ ഒരുപാട് ഓടേണ്ടി വരും. എന്നാലും തമ്പുരാൻ അവനെ വിടത്തില്ല. ഒരിക്കലായിട്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ, കൃപയുള്ളവർ ആരാധിക്കാൻ തുടങ്ങി. ഒരിക്കലായിട്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ എന്റെ തമ്പുരാൻ ആ തെരഞ്ഞെടുത്ത സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവരും. തമ്പുരാന്റെ പദ്ധതി നിവർത്തിക്കുമെന്ന് ഈ രാത്രി തിരിച്ചറിയുന്നവർ കരമുയർത്തി കരമടിച്ചോ കർത്താവിനൊന്ന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കൃപയിൽ നിറഞ്ഞു ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെസ്, ആമേൻ, ഹല്ലേലൂയ. വായിക്കാം യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. യെസ്, യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. യഹോവ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു. യഹോവയായ ദൈവം സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു. ആമേൻ, ആമേൻ. എല്ലാവരും ശ്രദ്ധിച്ചേ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിൽ ഒരുപാട് കാറ്റുണ്ട്. ആമേൻ, ഒരുപാട് കാറ്റുകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായമൊക്കെ വായിച്ചാൽ ഒരു 5 കാറ്റാനകത്ത് കിടപ്പുണ്ട്. ആമേൻ. അതിൽ 27-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ സമ്മതിക്കാത്ത കാറ്റ്, 7-ാമത്തെ വാക്യത്തിനകത്ത് മന്ദമാരുതൻ, 13-ാം വാക്യത്തിനകത്ത് ഈശാനുമൂലൻ, പിന്നെ കൊടുങ്കാറ്റ്. ഇങ്ങനെ പല സൈസ് കാറ്റുണ്ട്. എല്ലാ സഭയ്ക്കകത്തും ഉണ്ട് ചില സമ്മതിക്കാത്ത കാറ്റുകൾ.
പാസ്റ്റർ പറയാണ് ഈ വർഷം നമുക്കൊരു കൺവെൻഷൻ വെക്കണം. അപ്പോൾ പുറകിലിരുന്നുകൊണ്ട് കുഞ്ഞിച്ചായം പറയുവാണ് പറ്റത്തില്ല. ഈ കാറ്റിൻ്റെ പേരാണ് സമ്മതിക്കാത്ത കാറ്റ്. എല്ലാ സഭയിലും ഒരെണ്ണമെങ്കിലും കാണും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, കൈ പൊക്കണ്ട. പക്ഷെ ഒരു ദൂത് ഉറപ്പിച്ച് ഞാൻ പറയാ, ഏത് സമ്മതിക്കാത്ത കാറ്റാണെങ്കിലും, ഏത് മന്ദമാരുതനാണെങ്കിലും, ഏത് കൊടുങ്കാറ്റാണെങ്കിലും, ഏത് ചുഴലിക്കാറ്റുണ്ടായാലും അതിനകത്തൂടെ എല്ലാം എൻ്റെ തമ്പുരാൻ ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ, കൃപയുള്ളവർ 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 കർത്താവിനെ നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചാട്ടെ. സ്തോത്രം. യഹോവയായ ദൈവം യോന യാത്ര ചെയ്യുന്ന തർശോസിലേക്ക് പോകുന്ന കപ്പലിന് നേരെ ഒരു കൊടുങ്കാറ്റടുപ്പിച്ചു. വായിക്കാൻ നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുള്ളവൻ അവിടുന്ന് ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല. അടുത്ത വാക്യം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ഒന്ന് കരമൊരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കൊടുങ്കാറ്റിനകത്ത്, ആമേൻ, ഈ കപ്പലിന് നേരെ ദൈവം അയച്ച കൊടുങ്കാറ്റിനകത്ത് എൻ്റെ ദൈവത്തിനൊരു വഴിയുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചിലരോടൊക്കെ ദൈവാത്മാ ദൂത് പറയുന്നു. കൃപയുള്ളവർ ദൂത് നിങ്ങളോടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോണ്ട് എങ്ങനെങ്കിലും അത് ഏറ്റെടുത്തോണം. തലയിൽ ഒരു കൈ വെച്ചാൽ അതൊരു പ്രവചനമായി മാറും. ഇന്ന് നീ കടന്നു പോകുന്ന ചില കാറ്റിനകത്ത്, ഇന്ന് നീ കടന്നു പോകുന്ന ചില പ്രതികൂലത്തിനകത്ത് നാളെ നിനക്ക് ചില നന്മകൾ ഒരുങ്ങുന്നുണ്ടെന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറഞ്ഞാൽ ആമേൻ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഇന്ന് നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ കാറ്റ് അത് നിന്നെ തകർക്കാനല്ല, അത് കപ്പലിനെ തകർക്കാനല്ല, നിനക്കൊരു വഴി തുറക്കാൻ, ഒരു അത്ഭുതം ചെയ്യുവാൻ, ദേശത്തൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ. ഹല്ലേലൂയ. വേദപുസ്തകം കാറ്റുകളുടെ പുസ്തകമാണ്. 104-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവൻ മേഘങ്ങളെ തേരാക്കി, കാറ്റുകളെ ദൂതന്മാരാക്കി, അഗ്നിജ്വാലകളെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. ആദ്യത്തെ വേദപുസ്തകത്തിൽ ആദ്യത്തെ കാറ്റിനകത്ത് തന്നെ അത്ഭുതം നടന്നതാ. എന്റെ സർവശക്തനായ ദൈവം നിലത്തെ പൊടിയെടുത്തു. ഓ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ ദൈവം നിലത്തെ പൊടിയെടുത്തു. സർവശക്തനായ ദൈവം റീസ്റ്റോറേഷൻ ആരംഭിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കൈകൊണ്ട് എടുക്കാവുന്ന പോലെ പൊടി കിടപ്പുണ്ടായിരുന്നു. പുസ്തകം അറിയാവുന്ന ദേവദാസന്മാരെങ്കിലും പറ. കർത്താവ് റീസ്റ്റോറേഷന് വേണ്ടിയിട്ട്, അതായത് വീണ്ടും പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട്, ആമേൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ, ഉൽപ്പത്തി 1:1 എഴുന്നേൽക്കുമ്പോൾ തമ്പുരാന് കുനിഞ്ഞെടുക്കാനായിട്ട് നിലത്ത് പൊടി കിടപ്പുണ്ടായിരുന്നോ? ആർക്കും ഒന്നും മനസ്സിലായില്ലേ? വെള്ളമായിരുന്നു, പൊടിയൊന്നും കിടപ്പില്ലായിരുന്നു അവിടെ. ആമേൻ. ആദിയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. ഏറ്റവും മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ അടിയിൽ ഇരുള്, അതിൻ്റെ അടിയിൽ വെള്ളം, അതിനടിയിലാണ് മണ്ണ് കിടക്കുന്നത്. ഈ പൊടി കിട്ടിയാലേ പാസ്റ്ററേയും എന്നെയും സാബുചാനെയും സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ബെനിഹിൻ ഉണ്ടാകണമെങ്കിൽ, ബോങ്ക ഉണ്ടാകണമെങ്കിൽ മണ്ണ് കൈ കിട്ടണം. പക്ഷെ മണ്ണ് കിടക്കുന്നത് ആത്മാവിൻ്റെ അടിയിൽ ഇരുട്ട്, ഇരുട്ടിൻ്റെ അടി വെള്ളം, വെള്ളത്തിൻ്റെ അടി മണ്ണ്. ഇത് എടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തമ്പുരാൻ തീരുമാനിച്ചു, ഏത് ഇരുള് കയറി കിടന്നാലും, ഏത് വെള്ളം കയറി കിടന്നാലും ഈ പൊടി കൊണ്ട് ഞാനൊരു അത്ഭുതം ചെയ്യുമെന്നോ. ഇന്ന് രാത്രി കൃപയുള്ളവർ എൻ്റെ കൂടെ വാ. വചനത്തിന്റെ ആത്മീയ മർമ്മം പിടികിട്ടിയവർ, കർത്താവിനെ ആരാധിക്കുന്നവർ, ഇന്ന് രാത്രി എൻ്റെ കൂടെ വാ. ആമേൻ. നിനക്കൊരു നന്മ അത് പലതിന്റെ അടിയിലാ കിടക്കുന്നതിരിക്കട്ടെ. നിന്റെ നന്മ പലതിന്റെ അടിയിലാ കിടക്കുന്നത്. പലതും അതിനെ മൂടിയിരിക്കാതിരിക്കട്ടെ. തമ്പുരാൻ പൊക്കി എടുക്കും. ഈ മണ്ണ് ദൈവം കൈകൊണ്ട് എടുക്കും. എടുക്കാതെ വിടത്തില്ല ദൈവം. ആമേൻ. ഇതിന്റെ മുകളിൽ എന്ത് കയറി കിടന്നാലും സ്വതന്ത്രം. ഹല്ലേലൂയ. ഇച്ചിരി ഐഡിയ ഒക്കെ ഉള്ളവര്, ഒത്തിരി വിദ്യാഭ്യാസമൊന്നും വേണ്ട, സയൻസ് ഒന്നും വേണ്ട, ഇച്ചിരി ഐഡിയ ഉള്ളവരോട് ചോദിക്കുന്നു. 100% മണ്ണ്, 100% വെള്ളം. ആമേൻ. നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിടന്നാൽ ഇത് കോരി റോഡിലോട്ട് ഒഴിക്കാം. പക്ഷെ റോഡിലും വെള്ളമാണെങ്കിലും, ആമേൻ, മൊത്തം ലോകം മുഴുവൻ വെള്ളമല്ലേ? ആണോ? ലോകം മുഴുവൻ വെള്ളമല്ലേ? അങ്ങനെയാണെങ്കിൽ മണ്ണെങ്ങനെ എടുക്കും? ആമേൻ. മണ്ണെങ്ങനെ എടുക്കും? ആമേൻ. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുക. ഇന്ന് രാത്രി നമ്മൾ മണ്ണെടുക്കും. ഇന്ന് രാത്രി മണ്ണെടുക്കുകയും ചെയ്യും, മനുഷ്യനെ ഉണ്ടാക്കുകയും ചെയ്യും.
പക്ഷെ വെള്ളം കിടക്കുക. തമ്പുരാൻ എന്ത് ചെയ്തു? ആ 100% വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് തമ്പുരാൻ ഐസാക്കി മാറ്റി. കൃപയുള്ള സ്തോത്രം പറഞ്ഞിട്ട് ഐസാക്കി മാറ്റിയിട്ട് തമ്പുരാൻ അതിനെ അന്തരീക്ഷത്തിൽ നിർത്തി കുറച്ച് വെള്ളമെടുത്ത് മാറ്റി നൈട്രജനും ഓക്സിജനും ഹൈഡ്രജനും ആക്കിയ വാതകങ്ങളാക്കി മാറ്റി, കാറ്റാക്കി മാറ്റി. അത് കഴിഞ്ഞ് കുറെ കൂടെ വെള്ളമെടുത്ത് ആകാശത്തിൽ ഭണ്ഡാരമായിട്ട് കെട്ടിവെച്ചു. അവൻ കുറച്ച് വെള്ളമെടുത്ത് അവൻ ഈ വെള്ളം മുഴുവൻ മാറ്റിയ ഭൂമിയുടെ അടിയിൽ നമ്മൾ ഉറവയ്ക്കകത്ത് കയറ്റി. അങ്ങനെ 24% വെള്ളം തമ്പുരാൻ എടുത്തു മാറ്റി 76% സമുദ്രമാക്കി. ആ 24% മണ്ണാണ് ഇന്ന് കാണുന്ന ഇന്ത്യ, ഈ ചൈന, ഈ റഷ്യ, ഈ അമേരിക്ക, ലോക രാജ്യങ്ങൾ മുഴുവൻ ദൈവം വെള്ളമെടുത്ത് മാറ്റിയ 24%ആണെന്ന് അറിയുന്നവർ, ഇത് ഓൺലൈനിൽ കേട്ടോണ്ടിരിക്കുന്നവർ, ഏത് ശബ്ദം കേട്ടോണ്ടിരിക്കുന്നവർ അറിയണം, എന്റെ സർവശക്തനായ ദൈവം ഈ ഭൂമിയിലെ 24% വെള്ളത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കെട്ടി നിർത്തി, വ്യത്യസ്ത സ്ഥലങ്ങളിലാക്കി ഈ ഭൂമിയെ ദൈവം മനുഷ്യർക്ക് അവകാശമായി കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ നോഹയുടെ പ്രളയകാലത്ത് അവൻ ആകാശത്തിന്റെ കിളിവാതിലും ആഴിയുടെ ഉറവുകളും. അപ്പൊ ഇവിടെ രണ്ടിടത്തും തമ്പുരാൻ കുറെ വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട്. അവൻ ആകാശത്തിൽ കുറെ വെള്ളം കിട്ടി, ഭൂമിയുടെ ഉറവിൽ കുറെ വെള്ളം കിട്ടി. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി അടുത്ത ദൂതിലേക്ക് ഞാൻ കടക്കുക. കൃപയുള്ളവർ എൻ്റെ കൂടെ നിൽക്കുക. എൻ്റെ തമ്പുരാൻ മണ്ണ്, അതിന് ഭൂമി എന്ന് പേരിട്ടു. കുനിഞ്ഞ് തമ്പുരാൻ ആ പൊടി കയ്യിലെടുത്തു. സ്തോത്രം പറ. അവൻ ഡസ്റ്റ് എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി 2:7 ഒന്ന് വായിച്ചേ. അവൻ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചു. നിലത്തെ പൊടി കൊണ്ട്. പൊടി. പാസ്റ്ററെ വായിക്കുന്ന പാസ്റ്ററോട് ചോദിക്കുന്നു, പൊടി കണ്ടിട്ടുണ്ടോ? പൊടി, പൊടി, ഗോതമ്പ് പൊടി, അരിപ്പൊടി ഇല്ലേ? പൊടി കണ്ടില്ലേ? പറഞ്ഞില്ല. പക്ഷെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. കണ്ടിട്ടുണ്ടോ? പൊടി കണ്ടിട്ടുണ്ടോ? മൈക്കിൽ നിന്നെങ്ങനെ പറയാനാ? കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. പൊടിയെ ദൈവം ഊതി. ലോക ചരിത്രത്തിലെ ആദ്യത്തെ കാറ്റ് ദൈവത്തിൻ്റെ വായിന്ന വന്നേ. അന്ന് വരെ മഴ പെയ്തിട്ടില്ല, അന്ന് വരെ കാറ്റടിച്ചിട്ടില്ല. ആമേൻ. ആദ്യത്തെ കാറ്റ് ഊതിയത് ദൈവം എന്തിലാ ഊതിയത്? പൊടിയില. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, വീട്ടിൽ ചെന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉള്ള പൊടി, വീട്ടിൽ ഏതെങ്കിലും പൊടി ഉണ്ടെങ്കിൽ എടുത്തിട്ടോ, ഒന്ന് ഊതി നോക്ക്. ഒരു ദൂത് പറയാം, കുറിച്ചിട്ടോ. നമ്മൾ ഊതിയാൽ പറക്കും, ദൈവം ഊതിയാൽ ആദാം പിറക്കും. കൃപയുള്ളവർ ആരാധന തുടങ്ങിക്കുന്ന രാത്രി. അവൻ പൊടിയിൽ മനുഷ്യൻ ഊതിയാൽ പറക്കും പൊടി, എന്നാൽ ദൈവം ഊതിയാൽ മനുഷ്യൻ പിറക്കും. തമ്പുരാൻ നിലത്തെ പൊടിയെടുത്തു. ആദ്യത്തെ കാറ്റടിച്ചതാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും. നല്ലപോലെ കർത്താവിനെ സ്തുതിക്കുക, നല്ലപോലെ കർത്താവിനെ സ്തുതിക്കുക. ഒരു കാറ്റത്ത്, പറന്നു പോകേണ്ട കാറ്റത്ത് തമ്പുരാൻ നമ്മളെ മനുഷ്യനാക്കി മാറ്റി, നമ്മുടെ മേൽ ജീവശ്വാസം ഊതി അമ്മേ കർത്താവിന്റെ മക്കളാക്കി ഓർത്ത കൃപയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്. ലോക ചരിത്രത്തിൽ ഒന്നാമത്തെ കാറ്റ് എന്റെ മൂക്കിലാണ് ദൈവം ഊതിയത്. തമ്പുരാൻ ഊതിയ കാറ്റ് ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. സ്തോത്രം. ചിലരൊക്കെ നടപ്പും കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ള കറക്കവും പിന്നെ കൺവെൻഷന് വന്നിരുന്നുള്ള ബഹളമൊക്കെ കണ്ടാൽ തോന്നും ഈ ലാറ്റോ കലാവിനും വേറെ ലെവലെയും പ്രിയങ്കയും കാവേരി ഓലെ ഇന്ദിലേക്ക് ഉള്ളിടത്തോളം കാലം എനിക്കൊരു ദോഷവും വരുത്തില്ലെന്ന് ഓർത്ത് നീ ഒരു കാറ്റാ. അവൻ ഇന്ന് രാത്രി ഓർത്ത ഒരു കാറ്റാ, ഒരു സന്തോഷമുള്ളൊരു ദൂത് ഞാൻ പറയട്ടെ. കൃപയുള്ളവർ പ്രാർത്ഥിച്ചോ, ഈ കസേരയിൽ നിന്ന് എഴുന്നേക്കണോ വേണ്ട എന്ന് എൻ്റെ തമ്പുരാൻ തീരുമാനിക്കുക. ഇന്ന് രാത്രി നീ ആരാണെങ്കിലും, നീ എത്ര മിടുക്കനായാലും, ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും, അവൻ ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയാ, അന്ന്
നിത്യമായ മണ്ണും നിത്യമായ ആത്മാവെന്ന് പറയുന്ന ദൈവത്തിന്റെ ശ്വാസവും രണ്ടും തമ്മിൽ യോജിക്കാത്ത പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് വസ്തുക്കളുടെ സംയോജനമാണ്, പൂരകമാണ്. നിങ്ങളും ഞാനും എന്ന് തിരിച്ചറിയണം. ഒരിക്കലും പൊടിയും കാറ്റും തമ്മിൽ ചേരില്ല, പൊടിയും ശ്വാസവും തമ്മിൽ ചേരില്ല. എന്നാൽ ചേരാത്ത രണ്ടിനെ ചേർത്ത് നിർത്തിയപ്പോഴാ നമ്മൾ ഉണ്ടായതെന്ന് തിരിച്ചറിയുന്നവർ, അതാണ് സൃഷ്ടി എന്ന് തിരിച്ചറിയുന്നവർ, ഈ രാത്രി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം പറ, നന്ദിയോടെ സ്തോത്രം പറ. ആൾക്കാരെല്ലാം പറഞ്ഞത് ഞാനും ആ പുള്ളിയും തമ്മി ചേരത്തില്ലെന്ന്, ഞാനും ആ പുള്ളിയും തമ്മി ചേരത്തില്ലെന്ന്. തിരുവനന്തപുരം കുടുംബ കോടതിയിൽ ഏകദേശം 2 ലക്ഷം കേസാ കെട്ടിക്കിടക്കുന്നത്. എന്തുവാ? ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം അറിയുന്നേരെ ഞങ്ങളെ 2 ആക്കി തരണം. എന്താ? ചേരത്തില്ലെന്ന്. അവൻ ചേരാത്ത 2 എണ്ണമാ നമ്മുടെ അകത്തിരിക്കുന്നത്. അതിലൊന്ന് കാറ്റാ, 2 പൊടിയാ. പൊടിയും കാറ്റും തമ്മിൽ ചേരത്തില്ല. ദൈവത്തിന്റെ ശ്വാസവും ഭൂമിയിലെ പൊടിയും ഒന്നിച്ച് ചേർന്നതുകൊണ്ടാ ഇന്ന് രാത്രി മനുഷ്യൻ എന്ന മഹാസത്യം. കൃപയുള്ളവർ ദൈവത്തോട് സ്തുതിച്ചാട്ടെ. എൻ്റെ ദൈവത്തിന് ചേർക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ചേരാത്ത ആരെങ്കിലും, ചേരത്തില്ലെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നീ കോടതിയിൽ പോകണ്ട, ദൈവത്തിന്റെ പാദത്തിൽ ഇരിക്കുക. കോടതി അല്ല നിന്നെ ചേർക്കുന്നത്, അത് സർവശക്തനായ ദൈവമാണ്. എത്ര സന്തോഷമുണ്ട്. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തോട് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഈ സുവിശേഷ മഹായോഗത്തിന് 1-ാമത്തെ രാത്രി പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ചേരാത്തതിനെ ഇന്ന് രാത്രി ചേർക്കുന്ന ദൈവം, അവൻ പിരിയുമെന്ന് പറയുന്നതിനെ ഒരുമിച്ച് നിർത്തുന്ന ദൈവം ഇന്ന് രാത്രികാലം നിന്റെ അകത്ത് നിന്ന് ചിലതിനെ എടുത്തു കളയാൻ പോകുക. അത് പാപമാ, അത് ശാപമാ, ദൈവത്തിന് വേണ്ടാത്തതാ, പൈശാചിക ശക്തികളാ. അത് മാറിപ്പോകുമ്പോൾ ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. യെസ്, ആമേൻ. ലോക ചരിത്രത്തിലെ 1-ാമത്തെ ശ്വാസം, 1-ാമത്തെ കാറ്റ് നമ്മുടെ മേലെ ദൈവം ഊതിയായി. ആമേൻ. വേദപുസ്തകത്തിനകത്തുനിന്ന് എനിക്ക് നല്ല ചിന്തകൾ പറയാൻ താല്പര്യമുണ്ട്. 1-2 കൂടെ തൊട്ട് ഞാൻ യോനാലേക്ക് തിരിച്ചു വരാം. ഹല്ലേലൂയ. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 8:1-2. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഒരു നിമിഷം എല്ലാവരും നിൽക്കണേ. അവൻ തല ഉയർത്തി പിടിച്ചോ, തല ഉയർത്തി പിടിച്ചോ. അത് വായിച്ചു കഴിഞ്ഞ് പേനയൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചു. പെട്ടകത്തിന്റെ വലിപ്പം 1,40,000 സ്ക്വയർ ഫീറ്റ്. നമ്മുടെയൊക്കെ വീടിൻ്റെ വലിപ്പം 2,000, 2,500, 3,000 സ്ക്വയർ ഫീറ്റാണ്. പെട്ടകത്തിൻ്റെ വലിപ്പം 1,40,000 സ്ക്വയർ ഫീറ്റ്. പെട്ടകത്തിലുണ്ടായിരുന്ന മൃഗങ്ങളെ ദൈവം ഓർത്തു. എത്ര മൃഗങ്ങളെ? 72,000 മൃഗങ്ങളെ. ആമേൻ. അതങ്ങനെ പാസ്റ്ററെ കണക്ക്? നോഹയുടെ കാലത്തെ ജന്തുലോകം എന്ന വിഷയം പഠിക്കുമ്പോൾ, ബൈബിളും ജന്തുലോകം എന്ന പുസ്തകമൊക്കെ ഉണ്ട്, എടുത്ത് വായിച്ചാൽ മതി. പഠിക്കുമ്പോൾ ആ കാലത്ത് 18,000 സ്പീഷ്യസ് മൃഗങ്ങളുണ്ടായിരുന്നു. 18,000 സ്പീഷ്യസ്. ആമേൻ. 18,000 സ്പീഷ്യസ് മൃഗങ്ങളിൽ ആണും പെണ്ണും. ആമേൻ. അപ്പോൾ 18 36,000. ശുദ്ധി ഉള്ളതും ശുദ്ധി ഇല്ലാത്തതും 36 72 72,000 മൃഗങ്ങൾ. ആമേൻ. പെട്ടകത്തിനകത്ത് 8 മനുഷ്യരും. എത്ര മനുഷ്യരാ? 8 മനുഷ്യരും. പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും മൃഗങ്ങളും എത്ര നാൾ താമസിച്ചെന്ന് ആർക്കെങ്കിലും കണക്കുണ്ടോ? ഇല്ലെങ്കിൽ കുറിച്ച് വെച്ചോ. 377 ദിവസം. 377 ദിവസം. ഒറ്റ കുറുക്കൻ കോഴിയെ തിന്നില്ല, ഒറ്റ സിംഹം ഒരു മുയലിനെ തിന്നില്ല. ഇന്നൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് എല്ല് മാത്രമേ കാണത്തുള്ളായിരുന്നു. സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ ദൈവസഭ. സ്വത്രം പറഞ്ഞാട്ടെ. പെട്ടകത്തിനകമാണ് ദൈവസഭ. കംപ്ലീറ്റ് സിംഹം മാനസാന്തരപ്പെട്ടതായിരുന്നു, കംപ്ലീറ്റ് കുറുക്കനും മാനസാന്തരപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് വേറൊന്നിനെ അത് തൊട്ടില്ല. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നോഹ അതതിൻ്റെ ആഹാരം കൊടുത്തെന്ന് അതിൽ എഴുതിയിരിക്കുന്നത്. 377 ദിവസം അതുങ്ങൾ എന്ത് കഴിച്ചെന്നറിയത്തില്ല. പിന്നെ ഒരു പഴമൊഴിയൊക്കെ ഓർക്കുമ്പോഴാണ് ഒരു സന്തോഷം. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും,
തിന്ന് കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. പെട്ടകത്തിനകത്ത് എല്ലാത്തിനും എന്താ കൊടുത്തതെന്ന് അറിയത്തില്ല. അവൻ ഒരു കാര്യം ഉറപ്പാ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, നോഹ അതതിൻ്റെ ആഹാരം കൊടുത്തു. എല്ലാ സഭാശുശ്രൂഷകരെ ദേവദാസന്മാരോടും പറയുന്നു, ഞായറാഴ്ച വരുമ്പോൾ ഒരേ സ്റ്റൈലിൽ പ്രസംഗം കൊണ്ട് വരരുത്. സഭയിൽ സിംഹത്തിന് വേറെ, പുലിക്ക് വേറെ, ഫ്രണ്ടിലിരിക്കുന്ന ആടിന് വേറെ, മൊയലിന് വേറെ, അതതിൻ്റെ കൊണ്ട് വരണം, അല്ലെങ്കിൽ അത് ഇതിനെ പിടിച്ച് തിന്നും. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതതിൻ്റെ ആഹാരം കൊണ്ട് വേണം ഞായറാഴ്ച വരാൻ. ആമേ വന്ന് മേശയുടെ കീഴിലിരുന്ന് തുപ്പലി തൊട്ട് സങ്കീർത്തനൊന്നും വായിച്ച് ആമേ നശിപ്പിച്ച് കളയരുത്. നേരത്തെ ഇരുന്ന് അതതിൻ്റെ ആഹാരം. സഭയ്ക്കകത്ത് ചില പുലികളുണ്ട്, പുലിക്കുള്ളതും കൊണ്ടേ വരാവുള്ളൂ. പ്രൈസലോ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്തിരിക്കുന്നതിന് കൈ കൊടുത്തിട്ട് പറ, അത് കറക്റ്റാന്ന് പറ, അത് കറക്റ്റാണ്. പ്രൈസലോ, അതതിൻ്റെ ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇതിനെ പിടിച്ച് തിന്നും. ആമേൻ. സഭയ്ക്കകത്ത് ഞായറാഴ്ച രാവിലെ വന്നിട്ട് 1 മണിക്ക് ആശീർവാദം പറയുമ്പോൾ ഒരെണ്ണം പോലും വിശന്നിറങ്ങി പോകാൻ ഇടയാകരുത്. എല്ലാ ദൈവദാസന്മാരും അതതിൻ്റെ ആഹാരം. സ്തോത്രം. ഇടയൻ്റെ കയ്യിൽ ഒരു വടിയും ഒരു കോലും. ഈ വടി ഓക്കെ, അത് ഇരിക്കട്ടെ. ഈ കോലെന്ന് പറയുന്നത് ഈ കൊടയുടെ കാല് പോലെ ഇങ്ങനെ വളഞ്ഞൊരു സാധനമാണ്. അതിന് പല ഉപയോഗമുണ്ട്. അതിലൊരു ഉപയോഗം, ആടുകൾക്ക് എത്തിപ്പറിക്കാൻ പറ്റാത്ത ഇലകളും നല്ലതും ഇതുകൊണ്ടിങ്ങനെ വളച്ച്, ഈ വളഞ്ഞ ഭാഗം കൊണ്ട് ഇങ്ങനെ വളച്ച് താഴ്ത്തി ആടിൻ്റെ പൊക്കത്തിലാക്കി കൊടുക്കണം. അതിനാണ് ഇടയൻ്റെ കയ്യിൽ. ഇത് ആടിൻ്റെ കയ്യിലല്ല ഇതിരിക്കുന്നത്. ചില സഭയെ പറയുന്നത് നിങ്ങൾ വളച്ച് തിന്നോളാനാണ് പറയുന്നത്. അങ്ങനല്ല, വളച്ചു കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. കാരണം ഇത് ആടിൻ്റെ കയ്യിലല്ല ഇതിരിക്കുന്നത്, ഇടയൻ്റെ കയ്യിലാണ്. ഇത് ഞായറാഴ്ച രാവിലെ 9:30 വന്ന് മേശക്കീഴിലിരുന്ന് വളയ്ക്കാതെ തിങ്കളാഴ്ച മുതൽ വീട്ടിലിരുന്ന് വളയ്ക്കണം. വളച്ച് കറക്റ്റാക്കിക്കൊണ്ടേ വരാവുള്ളൂ. നല്ലപോലെ നിറച്ചോണ്ടേ വരാവുള്ളൂ. ചിലർ വലിയ ബിസി ആയതുകൊണ്ട് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഇങ്ങനെ തുപ്പൽ തൊട്ട് വളയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഗസ്റ്റായിട്ടൊക്കെ പോകുന്നു. മാമേ, അവിടെ ഇരുന്ന് വളയ്ക്കരുത്. അതിനാണ് വടിയും കോലും എന്താ വരാൻ തന്നിരിക്കുന്നത്. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്ന് കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ റബാണ ബൗഡബൽക്കസേമനാണ്. അടുത്ത ദൂതിലേക്ക് ഞാൻ വരാം. 377 ദിവസം ദൈവം ഞങ്ങളെ മറന്നു, ഈ പെട്ടകത്തെ മറന്നു. അങ്ങ് പറഞ്ഞിട്ടാണ് പെട്ടകം ഉണ്ടാക്കിയത്. പ്രളയം വന്നു, വെള്ളത്തിൽ കിടക്കുക, എവിടെ എത്തുമെന്ന് അറിയില്ല. പെട്ടകം വെള്ളത്തിൽ ഒഴുകി നടക്കുക. അങ്ങനെ ഒഴുകി നടക്കുമ്പോൾ അടുത്ത വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം. അടുത്ത വാക്യം, ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു. ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു. കൃപയുള്ളവർ സ്തോത്രം പറഞ്ഞു. ഈ കാറ്റ് പെട്ടകത്തെ ആടി ഉലയുന്നത് പോലാക്കി. ഓർക്കണം, ജിറാഫും പാമ്പ് പട്ടി പല്ലി പഴുതാര എല്ലാ സാധനത്തിനകത്തുണ്ട്. വല്ലാത്തൊരു കണ്ടീഷനാ ആ സമയത്ത് കാറ്റടിക്കുന്നത്. ഹല്ലേലൂയ. എന്നോടൊരിക്കൽ ഒരാൾ ചോദിച്ചു, നോഹയും പെട്ടകത്തിലുള്ളവരെ യഹോവ ഓർത്തു, പിന്നെ എന്തിനാ ഈ വല്ലാത്ത കാറ്റടിപ്പിച്ച് പെട്ടകം വിട്ട് കുലിക്കുകയെന്ന്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, നോഹയെയും കൂടെയുള്ളവരെയും ദൈവം ഓർത്തു. എന്നാൽ ദൈവമുണ്ടെന്ന് ഇവരെല്ലാവരും ഒന്ന് ഓർക്കാൻ ആ കുലുക്കുന്ന ഇടയ്ക്ക്. പ്രൈസലോ, ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ വല്ലാത്ത കാറ്റടിപ്പിച്ച് വല്ലാതാക്കുന്നത് ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ടെന്നും ഒരു സർവശക്തനുണ്ടെന്നും ചിലപ്പോഴൊക്കെ നീ അറിയുന്നത് വല്ലാതെ ഒന്ന് ആടുമ്പോഴാ. എൻ്റെ കൂടെ നിൽക്കുന്ന രാത്രി തമ്പുരാൻ ഒരു ദൂത് വിളിച്ച് പറയാ, ഇത് നിന്നെ തകർക്കാനല്ല. ആമേൻ പറഞ്ഞു. ഈ കാറ്റ് നിന്നെ മുടിച്ചു കളയാനല്ല. ഈ പെട്ടകം ഉറപ്പിക്കാൻ ഒരു അരരാത്ത് ഈ കാറ്റിൽ പൊങ്ങി വരുന്നുണ്ട്. ഇന്ന് രാത്രി ആരോട് ദൈവം പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു? നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ചില അരരാത്തുകൾ, ചില അരരാത്ത് പർവ്വതങ്ങൾ ഈ രാത്രി പൊങ്ങി വരുന്നുണ്ട്. ദൈവം ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടുപ്പിക്കുന്നത് അത് തകർക്കാനല്ല, ഈ കപ്പലിനെ മുക്കാനല്ല, പകരം നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ. ആമേൻ പറ, ആമേൻ പറ. നിന്നൊന്ന് ഉറപ്പിക്കാൻ. ഈ മഹായോഗം ഇവിടെ വെച്ചത്, ഈ യോഗം ക്രമീകരിച്ചത് ഒരുപാട് പണമുണ്ടായിട്ടല്ല, സഭയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടായിട്ടല്ല. ഈ ദേശത്ത് ചിലരൊക്കെ നോഹയുടെ പെട്ടകം പോലെ ഒഴുകി നടക്കുന്നവർ, എവിടെ ഉറക്കണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, ആരെ ആരാധിക്കണമെന്നറിയാതെ, എവിടെ പോകണമെന്നറിയാതെ നടക്കുന്ന ചിലരെ ഒന്നുറപ്പിക്കാൻ, ഒന്നുറപ്പിക്കാൻ, ഒന്നുറപ്പിക്കാൻ
ചിലരെ ഒന്ന് ഉറപ്പിക്കാൻ. ഈ മഹായോഗം 3 ദിവസം അഭിഷക്തന്മാർ ഇവിടെ ക്രമീകരിച്ചത് ഇതിനകത്തിരിക്കുന്ന ചിലരെ തലേ തൊട്ട് ദൈവാത്മ പറയുന്നു, നിന്റെ കുടുംബത്തെ ഒന്ന് ഉറപ്പിക്കാനാ, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഒന്ന് ഉറപ്പിക്കാനാ, അവൻ തകർന്നു പോയ നിന്റെ ജീവിതത്തെ ഒന്ന് ഉറപ്പിക്കാനാ. അങ്ങ് ദൂരെ ഈ ശബ്ദം കേൾക്കുന്നവർ, എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നവരോട് ദൈവാത്മ പറയുന്നു, നിന്നൊന്ന് ഉറപ്പിക്കാൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ നോഹയപ്പെട്ട ആ ഭാഗത്ത് അവിടെ നിൽക്കുന്നില്ല. ഞാൻ മുൻപോട്ട് പോവുക. ചിലപ്പോഴൊക്കെ ദൈവം അങ്ങനെ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കിഷ്ടമല്ലാത്ത ചില കാറ്റടിപ്പിക്കും ദൈവം. വാക്യം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. യെസ്. മോശ കടലിന്മേൽ കൈ നീട്ടി. മോശ കടലിന്മേൽ കൈ നീട്ടി. കടലിന്റെ മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയുള്ളവരെല്ലാം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഇപ്പോൾ ഫറവോന്റെ രാജ്യത്തെ മന്ത്രവാദികൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എല്ലാം കണ്ട് സഹിച്ചു പോകാനേ പറ്റുള്ളൂ. കാരണം അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് മന്ത്രവാദികൾ അവരുടെ വടി കൊണ്ടാണ്. മോശയുടെ വടി മൊത്തം വടിയും വിഴുങ്ങി. ഇപ്പം ഫറവോന്റെ രാജ്യത്തെ മന്ത്രവാദികളുടെ എന്തില്ല? വടിയില്ല. അവർക്ക് വടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആമേൻ. സ്തോത്രം പറഞ്ഞോട്ടെ. നിങ്ങൾക്കറിയാമോ മോശയുടെ വടി താഴെ ഇട്ടപ്പോൾ എന്തിനാ പാമ്പായ? എന്താ പുലിയാകാൻ മേലായിരുന്നു? അങ്ങനൊക്കെ ചോദിച്ചേ. പിന്നെ ഭാഷ അങ്ങനെ ചോദിച്ചേ. മോശയുടെ വടി താഴെ ഇട്ടപ്പോൾ സിംഹമാകുന്നല്ലായിരുന്നു നല്ലത്? കുറച്ചുകൂടെ പേടിച്ചാണല്ലോ. എന്താ മോശയുടെ വടി താഴെ ഇട്ടപ്പോൾ ആനയായില്ലല്ലോ, പകരം എന്തായി മാറി? അവൻ മോശയുടെ വടി താഴെയിട്ടപ്പോൾ എന്തായി മാറി? പാമ്പായി. ദൈവത്തിന് അങ്ങനെ ആക്കിയേ. നിങ്ങൾ ഫറവോന്മാരെ കണ്ടിട്ടുണ്ടോ? പഴയ കാലത്തെ പടങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫറവോന്മാരുടെ പടങ്ങൾ. അവരുടെ തലയിൽ എന്താ ഇരിപ്പുണ്ട്? പാമ്പുണ്ട്. അവൻ്റെ ദൈവ. ആമേൻ. സർപ്പശക്തി അവൻ്റെ ദൈവ. തമ്പുരാൻ പറഞ്ഞു, നിന്റെ വടി താഴെയിടുമ്പോൾ പാമ്പേ ആകാവും. അതെന്തിനാ? അപ്പോൾ അവിടുത്തെ മന്ത്രവാദികൾ അവരുടെ വടി താഴെയിടും. അപ്പോൾ അത് പാമ്പാകും. നിന്റെ വടി അതിനെ വിഴുങ്ങും. അതോടുകൂടി അവരുടെ വടി തീരും. അത് കഴിഞ്ഞ് പിന്നെ പേനിറങ്ങി, തവള ഇറങ്ങി, കംപ്ലീറ്റ് ബാധ ഇറങ്ങി. ആമേൻ. ഫറവോൻ ഓരോ മന്ത്രവാദികളെ പിടിച്ച് പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കണം. അവർ പറഞ്ഞു, വടിയില്ല. വടി വിഴുങ്ങിക്കളഞ്ഞു തമ്പുരാൻ. ഇന്ന് രാത്രി ഒരു പ്രവചന ദൂതി ഞാൻ പറയാ, നിനക്കെതിരായി ഏത് പദ്ധതി തയ്യാറാക്കുകയും ആമേ തകിടിൻ്റെ മേൽ കളം വരച്ച് അതിൽ മന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾ എഴുതി ആഭിചാരങ്ങൾ ചെയ്ത് നിന്റെ നന്മയെ മുടക്കുമെന്ന് പറയുന്നവൻ്റെ സകല മന്ത്രശക്തികളെ വിഴുങ്ങിക്കളയുന്ന ഒരു ദൈവശക്തി. ഓ കമോൺ. അതിനെ മുഴുവൻ വിഴുങ്ങിക്കളയുന്ന ഒരു ദൈവശക്തി. അതാണ് മോശയുടെ മേൽ ദൈവം വ്യാപരിപ്പിച്ചത്. ആമേൻ. 30 ലക്ഷം വരുന്ന ജനം. ഹല്ലേലൂയ. സംഹാരദൂതൻ ഇറങ്ങി കൂട്ടിപ്പറവോനെ മുഴുവൻ ഒറ്റ രാത്രിക്ക് വെട്ടി. എന്നോടൊരാൾ ചോദിച്ചു പ്രസവം കഴിഞ്ഞപ്പോൾ, കേപ്രം മാസ്റ്ററെ ഒരു കാര്യം ചോദിച്ചോട്ടെ, സംഹാരദൂതൻ രാത്രിയിൽ ഇറങ്ങി മിസ്രൈമിലെ ഫറവോന്റെ കുട്ടികളെ, ഫറവോന്റെ കുട്ടിപ്പറവന്മാരെ മുഴുവൻ വെട്ടിയില്ലേ? ആ വാൾ കൊണ്ട് ഈ ഫറവോനെയും വെട്ടിയിരുന്നെങ്കിൽ ഇയാൾ ഈ ഇസ്രായേൽ മക്കളുടെ പുറകിൽ വരുമോ? ഇയാൾ ചെങ്കടൽ വരെ വന്നോ ഇല്ലയോ? ഇയാളെ വെട്ടിയാൽ പോരായിരുന്നു അവിടെ വെച്ച് സംഹാരദൂതന്. അപ്പം ഞാൻ പറഞ്ഞു, വെട്ടത്തില്ല. ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ ഈ നൈൽ നദിക്കകത്ത് മുക്കിക്കൊന്നിട്ട് അവരിങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ പൊങ്ങി വരുമ്പം ഇങ്ങനെ ചിരിക്കുമായിരുന്നു. ആര്? അന്നേ ദൈവം തീരുമാനിച്ചു ഇവനെ വെള്ളം കുടിപ്പിച്ചേ കൊള്ളുകൊള്ളുന്നു. മനസ്സിലായോ? നീ ഇവനെ വെള്ളം കുടിപ്പിച്ച്, അതുകൊണ്ടാണ് വാളുകൊണ്ട് വെട്ടാതെ എവിടെ കൊണ്ടുവന്നത്. സ്തോത്രം പറഞ്ഞിട്ടിരിക്കുക. ആമേൻ. ഈ ഫ്രണ്ടിൽ ഒരു ദൂതൻ നിൽക്കുക, 30 ലക്ഷം ജനം പോവുക, പുറകിൽ ആര് വരുന്നു? ഫറവോൻ വരുന്നു. ഏറ്റവും ഓടാൻ ഇച്ചിരി കഴിവ് കുറവുള്ളവർ ആരാ? എവിടെ നിൽക്കുന്നത്?
അതിനകത്ത് ഗർഭിണികളുണ്ട്, വയസ്സായവരുണ്ട്, ഓടാൻ പറ്റാത്തവരുണ്ട്, മനസ്സിലാകുന്ന വാദമുള്ള എല്ലാവരും പുറകിലാണ്. ഈ ഓടുമ്പോൾ സഭയിലും അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. ആമേൻ. സ്തോത്രം. മുമ്പേ കയറി കൂടി പോകണം കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുണ്ട്? ഫറവോനും സൈന്യമോ കണ്ടു പേടിക്കുക. അപ്പോൾ ദൂതനോട് ദൈവം പറഞ്ഞു, നീ ഫ്രണ്ടിൽ നിന്ന് മാറി പുറകെ പോയി നിൽക്കാൻ പറഞ്ഞു. നീ ഫ്രണ്ടിൽ നിന്ന് മാറി, എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് മാറി പുറകിൽ നിന്ന ദൂതനോട് പറഞ്ഞു കോൺകേവ് ലെൻസായിട്ട് നിൽക്കാൻ പറഞ്ഞു. ഈ കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത അറിയാമോ? ആനയെ നമ്മൾ അതിനകത്തോട് നോക്കിയാലും കൊതുക് പോലെ തോന്നുന്നു. ആർക്കും പിടികിട്ടുന്നില്ല. തമ്പുരാൻ ഭയപ്പെടുന്ന ജനത്തിനു വേണ്ടി ദൂതനെ ബാക്കിൽ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോന്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെടാതെ ചെങ്കടലിന്റെ മുൻപിലേക്ക് തമ്പുരാൻ കൊണ്ടുവരികയാ. എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ കൂടെ നിൽക്കുക. അപ്പോഴാണ് മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കൈ കടലിന്റെ നേരെ നീട്ടാൻ. കൈ എവിടെ കിടക്കുന്നു? കടലവിടെ കിടക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ, എൻ്റെ കൂടെ നിൽക്കാൻ മനസ്സുണ്ടോ? നീ ആരുമായിക്കോട്ടെ, നിന്റെ കിലോ എത്ര എന്നുള്ളതല്ല, നിന്റെ പൊക്കം എത്ര എന്നുള്ളതല്ല, ആമേൻ, നിന്റെ കഴിവ് എത്ര എന്നുള്ളതല്ല, നിന്റെ നിറം എന്താന്നുള്ളതല്ല, നിന്റെ കൈ ദൈവത്തിന്റെ നാമത്തിൽ നീട്ടിയാൽ കമോൺ കമോൺ കമോൺ. നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയുന്നു. തങ്കച്ച സാറേ, ലോകത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് താങ്കൾക്ക്. അതെല്ലാം താങ്കളുടെ ആമേൻ നല്ല പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. ഞാനും കണ്ടിട്ടുണ്ട്, എനിക്കിഷ്ടമാണ്. ആമേൻ. വിതുര തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരാണ്. എന്നാൽ ഞാൻ ഇന്ന് രാത്രിയുടെ പബ്ലിക്കിൽ ഓൺലൈനിൽ പോകുന്ന പ്രോഗ്രാം പറയുന്നു, വിതുര തങ്കച്ചൻ തൊടുമ്പോൾ ക്യാൻസർ സൗഖ്യമാകുന്നു. അത് വേറൊരു മണ്ഡലമാണ്. വിതുര തങ്കച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. ചങ്ങലക്കിട്ട ഭൂതങ്ങളുടെ ചങ്ങലകൾ അഴിഞ്ഞ് ഒരൊറ്റ പ്രാർത്ഥന വിടുതൽ പ്രാപിക്കുന്നു. ആ മണ്ഡലം വേറെയാ. ദൈവം പറയുന്നു, ഈ കൈക്കും ഈ നാക്കിനും ഒരു കൃപ തരാൻ ഒരൊറ്റ സെക്കൻഡ് മതി എൻ്റെ ദൈവത്തിന്. ഒരുപക്ഷെ ഇത് കേൾക്കാനായിരിക്കാം എന്ന് രാത്രി ഇതിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയത്. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്ത് ചരിത്രത്തെ തിരിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. അവന്റെ നീളം പ്രശ്നമല്ല, പൊക്കം പ്രശ്നമല്ല, നിറം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, സവർണ അവർണ മേധാവിത്വങ്ങളില്ല, വരേണ്യ വർഗത്തിന്റെ കുട പിടിക്കുന്നവരാകണ്ട. നിന്റെ ബാങ്ക് ബാലൻസ് വിഷയമല്ല, നിന്റെ വണ്ടിയുടെ ബ്രാൻഡ് വിഷയമല്ല, നിന്റെ വീടിന്റെ വലിപ്പം വിഷയമല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. കമോൺ കമോൺ. ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി, ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവത്തെ സ്തുതിക്കുക. നീ സാധാരണ വ്യക്തിയാകില്ല. എന്റെ തമ്പുരാൻ വിളിച്ചു പറയുന്നു, നിന്നിലൂടെ നീ കാല് ചവിട്ട് നടത്ത്, നീ മുൻപോട്ട് പോകുന്നിടത്ത്, നീ കൈ നീട്ടുന്നിടത്ത്, നീ വാ തുറക്കുന്നിടത്ത്, ദൈവത്തെ സ്തുതിക്കുക. വാ തുറക്കുന്നിടത്ത് എന്റെ ദൈവം നിന്റെ കൂടെ നിന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്റെ ദൈവം ഇതിനകത്ത് ചിലരെ തൊടട്ടെ, ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ. മോശയോട് ദൈവം പറഞ്ഞത്, നീ പ്രവാചകനാന്നല്ല, നീ പ്രസംഗനാന്നല്ല, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കും. ഇന്ത്യ മഹാരാജ്യം മിസ്രൈം പോലൊരു സിറ്റുവേഷൻ ഇപ്പോൾ കൊണ്ടിരിക്കുക. ഒത്തിരി ദൈവമക്കൾ ഉപദ്രവമേൽക്കുക. അതിനിടയിൽ ചില മോശമാർ എഴുന്നേൽക്കട്ടെ, ചില മോശമാർ എഴുന്നേൽക്കട്ടെ. കൈ നീട്ടുമ്പോൾ ചെങ്കടലിനെ പിളർത്തുന്ന അവൻ ചെങ്കടൽ പോലുള്ള കടൽ സമാനമായ, സമുദ്ര സമാനമായ, ഭാരാവാര സമാനമായ പ്രശ്നങ്ങളെ പിളർത്തുന്ന കൈ, അതിനെ ഉണ്ടാക്കുന്ന കൈ, കടലിന്റെ നടുവിലൂടെ NH-47 ഉണ്ടാക്കുന്ന കൈ, അവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറയുന്ന ജനത്തിന് വേണ്ടി കനാനിലേക്ക് പോകാൻ പാതി ഒരുക്കുന്ന ദൈവത്തിന്റെ കൈ. ആമേൻ. ഈ സ്റ്റേജിൽ നിന്ന് രാത്രി പ്രസംഗിക്കുന്ന K. അബ്രഹാം ആരാന്നല്ലേ? പീരുമേട്ടിലെ ഒരു പുല്ലുമേഞ്ഞ പുരയ്ക്കകത്ത് ചാണകമെഴിയ തറയിൽ 24 വയസ്സ് വരെ ഒരു കട്ടിലെ കിടന്നുറങ്ങാൻ യോഗ്യതയും അർഹതയും ഇല്ലാതെ പോയ ഈറ്റത്തട്ടിക്കകത്ത്, ഈറ്റത്തട്ടിയുടെ പുറത്ത് അരിച്ചാക്ക് വിരിച്ച് പീരുമേട്ടിലെ കോടമഞ്ഞിൻ്റെ തണുപ്പിൽ പുതയ്ക്കാൻ കമ്പിളിയില്ലാത്തതുകൊണ്ട് വേറൊരു ചാക്കിനകത്ത് കയറി മൂത്ത മങ്ങളോട് കുടുമി കെട്ടിയ റെഡി, രാവിലെ അഴിച്ചു വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ശ്വാസം വിടാൻ ചാക്കിന് 2 ദ്വാരം വിട്ട് ഗർഭസ്ഥ ശിശു വയറ്റിൽ കിടന്നുറങ്ങുന്ന പോലെ ചാക്കിനകത്ത് കിടന്ന് 24 വർഷം ഉറങ്ങിയവനാണ് ഞാൻ.
അതുകൊണ്ടാണ് എൻ്റെ പൊക്കം കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഒരു 7 അടി പൊക്കം എനിക്ക് കാണുന്നത്. ചിരിക്ക് ചിരിക്ക് പൊക്കമുള്ളവർക്കെല്ലാം ചിരിക്കാമല്ലോ. ആമേൻ ആമേൻ. എന്നാൽ സത്യവേദ പുസ്തകം ചുമക്കാൻ ഇറങ്ങിയപ്പോൾ 213 മാർക്കാണ് ചിദംബരം പിള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടിയത്. ഞാൻ 9ൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ പടം പത്രത്തിൽ വന്നതാണ്. SLCക്ക് എല്ലാവരും തോറ്റ സ്കൂൾ. ആ വർഷം ഞാൻ 9ലായിരുന്നു. ഞാൻ 10ലേക്ക് കയറിയപ്പോൾ 51 പേര് SLC എഴുതി, 47 പേര് തോറ്റുപോയി, 4 പേര് ജയിച്ചു. അതിലൊരു ഭാഗ്യവാനാണ് ഞാൻ. മാർക്ക് 213. അന്ന് ജയിക്കാൻ 210 മതി. സബ്ജക്റ്റിന് 120, സബ്ജക്റ്റിന് 90, ലാംഗ്വേജിന് 120. ഏതോ ഒരു സാറ് 3 മാർക്ക് എനിക്ക് കൂടുതലിട്ടിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവത്തിന് എന്നേലും ഞാൻ കാണും. 213 മാർക്ക് മേടിച്ച് SLC പാസ്സായി ഞാൻ ഇവിടെ നിന്നോണ്ട് ഞാൻ പറയട്ടെ, അമേരിക്കയും കാനഡയും ലണ്ടനും ചൈനയും അയർലൻഡും സ്കോട്ട്ലൻഡും ദുബായും കുവൈറ്റും സിംഗപ്പൂരും മലേഷ്യയും ഇന്തോനേഷ്യയും എത്ര രാജ്യങ്ങളിൽ ഈ പുസ്തകം ചുമന്നുകൊണ്ട് പോകാൻ ഈ പാവപ്പെട്ടവന്, ഈ 4 അടി പൊക്കമുള്ള ഈ പാവപ്പെട്ടവന് കർത്താവിന് നന്ദിയോട് സ്തോത്രം പറഞ്ഞാട്ടെ. വെളുത്തിരിക്കുന്നെന്ന് ആരും വിചാരിക്കണ്ട, രക്തക്കുറവാണ്. ഇനി അതിൻ്റെ പേരിൽ വിഷമം വേണ്ട. എൻ്റെ തമ്പുരാൻ അങ്ങനൊന്നുമില്ല. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. തമ്പുരാൻ ഒറ്റ കാര്യമുള്ളൂ, തൊലിയും നിറവും ഒന്നുമല്ല. തമ്പുരാൻ ഒറ്റ കാര്യമുള്ളൂ, നീ ദൈവത്തെ അനുസരിക്കുമോ, നീ വിശ്വസ്തനായിട്ട് നിൽക്കാവോ, നീ വിശുദ്ധനായിട്ട് നിൽക്കാവോ, നീ കൃപയിൽ നിൽക്കാവോ, നീ തമ്പുരാൻ്റെ കൂടെ നിൽക്കാവോ, ഞാൻ നിന്നെ കൊണ്ടുപോകും. ദൈവത്തിൻ്റെ കൈക്കകത്ത് നിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ദൈവം തന്നെ മാനിക്കും. അവൻ മോശ ചെങ്കടലിന്റെ നേരെ തന്റെ കൈ നീട്ടി. ദൈവം ഒരു കാറ്റടിപ്പിച്ചു. 30 ലക്ഷം ജനം ഇങ്ങനെ നിൽക്കുമ്പോൾ മരുഭൂമിയിൽ കാറ്റടിച്ചാൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് മണലുള്ള മരുഭൂമി ഒന്ന് ചിത്രത്തിലെങ്കിലും നിങ്ങൾ കണ്ടാൽ മതി. പൊടിപടലങ്ങളൊക്കെ പറഞ്ഞു. 30 ലക്ഷം ജനം എന്ന് പറയുന്നത് അന്ന് പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന അമ്മ വരെ ഉണ്ട് അതിനകത്ത്. 30 ലക്ഷം ജനം എന്ന് പറഞ്ഞാൽ 30 ലക്ഷം പേര് ഫുട്ബോൾ കളിക്കുന്നവരൊന്നും അല്ല. അതിനകത്ത് വല്യമ്മയുണ്ട്, അമ്മയുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാവരും കൂടെ ഉൾപ്പാണ് കാറ്റങ്ങോട്ട് അടിക്കുന്നത്. അവർ മോശയോട് ചോദിച്ചു കാണും, മോശേ ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. ഈ കാറ്റടിക്കുന്ന ഈ മരുഭൂമി കൊണ്ടുവന്ന് നിർത്തി ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് ഞങ്ങൾ ഇഷ്ടിയക്കളത്തിനകത്ത് ജോലി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ചുറ്റുള്ളി, ചീരുള്ളി, പാവയ്ക്ക, പല്ലിക്ക, പരുത്തിക്ക, പഞ്ഞിക്ക, പടവൽ ഞങ്ങൾക്ക് ആവശ്യം പോലെ കായ ഉണ്ടായിരുന്നു. അവിടെ തിന്നാൻ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? പക്ഷേ ചോദ്യങ്ങൾ നീ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒന്ന് കൃപയുള്ള സ്തോത്രം പറഞ്ഞു തുടങ്ങിയോ, നീ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ നന്മയുടെ വഴി ദൈവം തുറക്കുക. ഇന്ന് രാത്രി നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ദൈവം എന്താ എന്നോട് ഇങ്ങനെ എന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചെങ്കടൽ പിളർന്ന് തമ്പുരാൻ ഒരു NH ഹൈവേ ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, നിന്റെ തലമുറയുടെ ഹയർ എഡ്യൂക്കേഷൻ ഉപരിപഠനങ്ങളുടെ വാതിൽ തുറക്കുന്നു. ഒരിക്കലും തുറക്കല്ലെന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നിന്റെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി തുറക്കുന്നു. ആമേൻ പറഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് ആർക്കും ഇതുവരെ കിട്ടാത്ത പദവികൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഒരുക്കുന്നു. അത് എന്നോടാ ദൂതെന്ന് പറഞ്ഞ് തലേ കൈവച്ചിട്ട് ഇന്ന് രാത്രി ഒന്ന് പറയാം, ആ ദൂത് എന്നോടാ, അതെന്നോടാ, ദൈവം എന്നോടാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ആമേൻ. കാറ്റുകളുടെ ഒരു വലിയ നിര തന്നെ ഇതിനകത്തുണ്ട്, ബൈബിളിനകത്തുണ്ട്. ഇന്ന് രാത്രി അവിടെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. ഞാൻ മുൻപോട്ട് വരിക, ശ്രദ്ധിക്കുക. ആമേൻ. ഈ കാറ്റ് തുടങ്ങിയത് നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ദൈവം നമ്മുടെ മൂക്കിൽ ഊതിയ കാറ്റ് ആശ്വാസമാണ് നമ്മളെ ജീവനുള്ള ദേഹിയാക്കി മാറ്റിയത്. ആമേൻ. അടുത്തത് ഈ കാറ്റാണ് നമ്മളെ നടത്തിയത്. ഈ കാറ്റാണ് നമുക്ക് വഴി തുറന്നത്. ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞു നിർത്താം. ഇങ്ങനൊരു കൊടിയ കാറ്റടിക്കുന്ന പോലൊരു മുഴക്കമാണ് നമ്മുടെ മുന്നിൽ അഭിഷേകത്തെ കൊണ്ടുവന്നത്.
പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇന്ന് രാത്രി ആമേൻ the cloven tongues of fire ആമേൻ ഇന്ന് രാത്രി ആമേൻ അഗ്നി നാവുകൾ പോലെയുള്ള ഒരു ദൈവശക്തി അത് അനുഭവിച്ചിട്ടുള്ളവർ, അത് അഭിഷേകം പ്രാപിച്ചവർ, അതിൽ സന്തോഷിക്കുന്നവർ, അതിൽ നടക്കുന്നവർ ഇന്ന് രാത്രി വാ തുറന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു പറ. ഒരു കാറ്റാണ് എന്നെ അഭിഷേകം ചെയ്തത്, ഒരു കൊടിയ കാറ്റാണ് എൻ്റെ മേൽ തീയായിട്ട് ഇറങ്ങിയത്. ഞാൻ ആ കാറ്റങ്ങ് വിടാം, ഒരെണ്ണം കൂടെ പറഞ്ഞങ്ങ് വിടാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം വായിക്കണ്ട. ആമേൻ. അഗ്നിമയങ്ങളായ അശ്വരഥങ്ങളും ആമേൻ ആകാശത്ത് നിന്നിറങ്ങി ഏലിയാവിനെ കൊണ്ടുപോയതും ഒരു ചുഴലിക്കാറ്റാ. സൃഷ്ടിച്ചതൊരു കാറ്റാണെങ്കിൽ, നടത്തിയത് ദൈവത്തിൻ്റെ കാറ്റാണെങ്കിൽ, അവൻ അടുത്ത് തമ്പുരാൻ പറയുന്നു, നിന്നെ അഭിഷേകം ചെയ്തതും ഒരു കാറ്റാണെങ്കിൽ നിന്നെ കൊണ്ടുപോകുന്നതും ഒരു കാറ്റാ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഞൊടിയിടയിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആമേൻ മധ്യാകാശത്തിൻ്റെ പ്രാണനാഥൻ്റെ അടുക്കലേക്ക് പറന്നുയരുന്ന ഒരു സ്വർഗീയ ഒരു കാറ്റുണ്ട്. സന്തോഷമുള്ളവരെ കരമടിച്ച് ഒന്ന് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. I am coming to my beloved യോനാച്ചായൻ. ആമേൻ. യോനായിലേക്ക് തിരിച്ചു വരുന്നു. ആമേൻ. നമ്മുടെ വിഷയം മറന്നു പോകരുത്. ഇവാഞ്ചലിസ്റ്റായിട്ട് ദൈവം തിരഞ്ഞെടുത്ത യോന ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വല്ലാത്ത കണ്ടീഷനാണ്. ആമേൻ. മീൻ്റെ വയറ്റിനകത്ത് കിടന്ന യോന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറിൻ്റെ പുറത്തിരിക്കുന്ന പിങ്ക് കളറുള്ള കൊച്ചിനെ പോലെ യോനായെ തുപ്പി നിലവിലിട്ടിരിക്കുക. യോന അവിടെ എഴുന്നേറ്റ് നിലവിലേക്ക് പോവുക. സ്തോത്രം. ചോദ്യം, ദൈവം ഒരു രാജ്യത്തോട് പ്രവചിക്കാൻ, ഒരു രാജ്യത്തോട് ദൈവാലോചന പറയാൻ നമ്മെ തിരഞ്ഞെടുത്തു. അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ അത് തിരഞ്ഞെടുത്ത ദൈവമാണെങ്കിൽ അത് തിരുത്താനും ദൈവത്തിനറിയാം. സ്തോത്രം പറഞ്ഞാട്ടെ. യെശയ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, നീ ഹിസ്കിയാവിനോട് പറ. എന്താ ദൂത്? നീ മരിച്ചു പോകും. ബെന്നി പാസ്റ്ററേ, ദൈവം ദൂത് തന്നാൽ ആരോടും പറയുമോ? രാജ്യം ഭരിക്കുന്ന ആളിനോട് ഒന്ന് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു വരുമോ? അത് എന്തെങ്കിലും ആട്ട്. പ്രവചനമാ. രാജാവിനോട് പറഞ്ഞ മരിച്ചു പോകുന്നു. പണ്ടൊരു പാസ്റ്ററോട് ഒരു നാട്ടില് സുവിശേഷ വിരോധികൾ പറഞ്ഞു, ഈ നാട്ടിൽ ഒരു അത്ഭുതം ചെയ്യാമെങ്കിൽ സഭ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. എന്തോ അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ, ഒന്നീ മരിച്ചവൻ ഉയർക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. രണ്ടിലേതിലൊന്നും സംഭവിക്കും. അതാ വിശേഷം. ഒന്നുകിൽ മരിച്ചവൻ ഉയർക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. മരിക്കേണ്ടി വന്നാലും, എൻ്റെ കൂടെ രാമൻ പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? മരിക്കേണ്ടി വന്നാലും കൈവിടാത്തൊരു ദൈവമുണ്ട്, കൈവിടാത്തൊരു ദൈവമുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. കൈവിടാത്തൊരു ദൈവമുണ്ട്. പോകാൻ നമുക്ക് മുമ്പോട്ട്. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട കാര്യത്തിൽ കിടക്കുക. യോന താൻ ദൈവം പറഞ്ഞത് പറയാനായിട്ട് പോയതാ. പക്ഷേ നിനവേലെ ജനം 1,20,000 വരുന്ന ജനം അവരുപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം ആ ദേശത്തിൻ്റെ നാശം മാറ്റി. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരോട് ദൂത് ഞാൻ പറയാ, നീ നശിച്ചു പോകുമെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും, ഇനി അതല്ല, നിനക്കൊരു ദൈവ കോപം നിന്റെ മേലുണ്ടെങ്കിലും അത് ആ ദൈവത്തിന് മാറ്റാൻ ഒരു സെക്കൻഡ് മതിയെന്ന് രാത്രി തിരിച്ചറിയണം. അവൻ തകർന്നു പോകേണ്ട നിന്നെ പണിതെടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരാ ദൈവത്തെ സ്തുതിക്കേണ്ടത്. നീ വിശ്വസിക്കണം. അവൻ ഏത് പ്രശ്നത്തിനും ദൈവത്തിന്റെ പക്കൽ വിടുതലുണ്ട്. സ്തോത്രം. അമ്മേൻ. ക്ഷീണിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന യോനായുടെ തലക്ക് തണലായിരിക്കേണ്ടതിന് ആ വാക്യം ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു. ദേവദാസനെ 4-ാം അധ്യായത്തിന് 5, 6, 7 ഒന്നുകൂടെ വായിച്ചു വിട്ടെ. അനന്തരം യോന നഗരത്തിന്റെ പുറത്ത് കിഴക്ക് ഭാഗത്തായിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിൽ എന്ത് ഭവിക്കുന്നു കാണുവാൻ അവന്റെ തടലിൽ കാത്തിരുന്നു. യോനയുടെ സങ്കടത്തിൽ ആശ്വാസമായി അവിടെ തലയ്ക്ക് മുകളിൽ തണലായിരിക്കണമെന്ന് യഹോവയായ ദൈവം ഒരു ആവണക്കുണ്ടാക്കുവാൻ കൽപ്പിച്ചു. ആമേൻ.
ശ്രദ്ധിച്ചോ, യോനായുടെ സങ്കടം കണ്ടിട്ട് ദൈവം അവന്റെ തലയ്ക്ക് മുകളിലായിട്ട് എന്തുണ്ടാക്കി? ഒരാവണക്ക്. ഓർത്തോ, ഇവിടെ കാണുന്ന പലതും ആവണക്കുകളാ. ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ പലതും ആവണക്കുകളാ. എന്തിനേറെ, എലക്ഷനിൽ ജയിച്ച് ഒരു മന്ത്രിയാകുന്നത് വരെ ഒരാവണക്ക. കാരണം ആവണക്കിന് തായ്വേരില്ല, എപ്പോ പോകുമെന്ന് പറയാൻ പറ്റുമല്ല. എഴുതിയിട്ടോ, സൗന്ദര്യം ഒരാവണക്ക. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. അമ്മ നിന്റെ ആരോഗ്യം, മസിലുണ്ടല്ലോ, മസിൽ, അകന്തടല, പുറന്തടല, കോരിത്തടല, വാരിത്തടല, ഇരുത്തിത്തടല, മൈക്രി, കട്ടാസ്, പഞ്ചിങ്. എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടു, പഴയ കൂട്ടുകാരൻ രാജു. എന്നോട് ചോദിച്ചു, എന്നാ ഉണ്ടാ ഉവ്വേ വിശേഷമെന്ന്. പണ്ടത്തെ സ്നേഹം വെച്ചാൽ ഞാൻ ആരാന്നവൻ അറിയില്ല. ഞാൻ പറഞ്ഞു, രാജു നീ എന്തോ ചെയ്യുന്നു? അവൻ പറഞ്ഞു, കരാട്ടെ സെക്കൻഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റാ. ഞാൻ ചോദിച്ചു, ഏതാ സ്റ്റൈല്? ഷോട്ടോക്കാൻ. ഞാൻ ചോദിച്ചു, പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? 4 വശത്തു നിന്നും ആൾ വന്നാലും എന്നെ ശരീരത്തൊരു അടി തൊടുത് വീടുക എന്ന് പറഞ്ഞു. 4 വശത്തു എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും 4 വശത്തു നിന്നും വന്നാലും എൻ്റെ ദേഹത്ത് അടി കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് മുകളിൽ നിന്ന് അടി വരുമെന്ന് പറഞ്ഞു. നിനക്ക് 4 വശത്തു നിന്നുള്ള അടിയല്ലേ തടയാൻ അറിയത്തുള്ളൂ, മുകളിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ അടി. ആമേൻ. എന്നോട് ചോദിച്ചു, നീ എന്തോ ചെയ്യുക? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്തോ പറ്റി? അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു, ഒന്നും പറ്റാതിരിക്കാനാണ് ആയത്, അല്ല എന്തേലും പറ്റിപ്പോയാൽ. ആമേൻ, ആമേൻ. ഇച്ചിരി മസിലുമൊക്കെ ഉണ്ട്, എനിക്ക് അടിതടയൊക്കെ അറിയാമെന്ന് തോന്നുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സെന്റൻസ്. 4 അരിക്ക് മുട്ടിയാലും 2 ഇടിക്ക് നിനക്ക് മുട്ടുകല. തമ്പുരാന്റെ കൃപയിൽ നിന്നാണ്, ബാക്കിയെല്ലാം ആവണക്ക, ആവണക്ക. സ്വത്രം പറഞ്ഞ് ദൈവത്തെ സൂചിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞു നിന്റെ സമ്പത്ത് ആവണക്ക, നീ താമസിക്കുന്ന ടെറസ് ബിൽഡിംഗ് ഒരു ആവണക്ക. ആമേൻ. പാടാനൊന്നും സമയമില്ലാത്തതുകൊണ്ട്, കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. ഈ ലോകത്തിൽ എത്ര നീ കെട്ടിപ്പൊക്കിയാലും, കോട്ടക്കൊത്തളങ്ങളും മാർബിൾ സൗധങ്ങളും മനുഷ്യനുണ്ടാക്കുന്ന കണ്ണാടി മാളികകളും വെറും ആവണക്ക, ആവണക്ക. യോനായുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആവണക്ക പോലെ ഇവിടുത്തെ സ്ഥാനമാനങ്ങളല്ല ആവണക്ക. ഇന്ന് കാണുന്ന കസേര നാളെ കാണുകയല്ല, ഇന്നുള്ള സ്ഥാനമാനങ്ങൾ നാളെ കാണുകയല്ല, ഇന്നുള്ള സുഹൃത്ത് ബന്ധങ്ങൾ നാളെ കാണുകയല്ല. അറിഞ്ഞോ, പല സ്നേഹങ്ങളും മറച്ചു വെച്ചുള്ള സ്നേഹങ്ങളാ. പ്രേമിച്ച പെണ്ണിനെ അവൻ പ്രണയത്തിന്റെ പേര് പറഞ്ഞ് അവൻ ഒളിപ്പിച്ചു വെച്ച കത്തി കാമ്പസിനകത്ത് കയറി കഴുത്തിന് വെച്ച് കൊന്നുകളയാൻ മടിയില്ലാത്ത കാമുകന്മാരും, ബാഗിനകത്ത് ഒളിപ്പിച്ചു വെച്ച പെട്രോള് തെരുവിൽ പ്രണയിയുടെ പുറത്ത് ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ മടിയില്ലാത്തവളും, കരവലയത്തിനകത്ത് കിടന്ന് കർഷപുളകിത കാത്രനാത്തിരുന്ന കാമുകനെ കഷായം കുടിപ്പിച്ചു കൊല്ലാൻ മടിയില്ലാത്തവരും, ബ്രൗൺ ഷുഗറിനും ഹാഷിഷിനും മരിച്ചുമാനിക്കും കഞ്ചാവിനും മദ്യത്തിനും എന്ന് വേണ്ട MDMAക്കും LSDക്കും പെതഡിൻ തുടങ്ങിയ മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമകളായി ഒരുപാട് പേർ ജീവിക്കുമ്പോൾ എന്തിനേറെ വെഞ്ഞാറമൂട് നീ പറയാ 6 മണിക്കൂറിനുള്ളിൽ 5 പേരെ കൊല്ലാൻ മടിയില്ലാത്തവർ ഈ നാട്ടിൽ എഴുന്നേൽക്കുന്ന കാലഘട്ടത്തിൽ നീ കാണുന്ന എല്ലാ സുഖഭോഗങ്ങളും നിന്റെ യൂട്യൂബിനകത്ത് നീ രാത്രിയും പകലും ഉറക്കമില്ലാതെ ഇട്ട് തോണ്ടുന്നതുണ്ടല്ലോ, ആവണക്ക, ആവണക്ക. ഒന്നിനും തായ് വരില്ല, ഉണങ്ങിപ്പോകും, ഉണങ്ങിപ്പോകും. പുഴു കുത്തിക്കളയുമെന്ന് മറന്നു പോകരുത്. ഈ രാത്രി ഈ ലളിതമായ ഈ ഗ്രൗണ്ടിനകത്തെ സുവിശേഷ പ്രസംഗത്തിൽ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയുന്നു, നിന്റെ ആരോഗ്യം, നിന്റെ സൗന്ദര്യം, നിന്റെ ബാങ്ക് ബാലൻസ്, നിന്റെ സമ്പത്തുകള്, നിന്റെ കസേരകള്, നിന്റെ അധികാരങ്ങള്, ഈ ലോകത്തിന്റെ പിടുത്തങ്ങള് മുഴുവൻ യോനായുടെ തലയ്ക്ക് മുകളിൽ പൊങ്ങി ആവണക്ക് പോലെയാണെന്ന് ഈ രാത്രി തിരിച്ചറിഞ്ഞിട്ട് വേണം പോകാൻ. നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അതിന്റെ ശക്തനായ ദൈവത്തിന്റെ കൃപയാ. മഹാകവി KV സൈമൺ സാറിന്റെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യന്റെ ആയുസ് പോലും
ഈ ആയുസ് പോലും ആമേൻ സ്തോത്രം പറഞ്ഞാട്ടെ. നല്ലപോലെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. 4 വശത്തും സ്വന്തക്കാർ ഒരുമിച്ച് നോക്കി നിൽക്കുമ്പോൾ അപ്പച്ചൻ മുകളിലോട്ട് വലിച്ചു. ഈ ശബ്ദം കേട്ടപ്പം ആൾക്കാർ പേടിച്ചു പോയി. കാരണം ഇത് പിന്നെ ഇപ്പോഴൊക്കെ നമ്മൾ ശ്വാസപ്പെടുന്നത് 1 മിനിറ്റിൽ 72 പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത്. എന്നാൽ മരണം വാതുക്കലെത്തുമ്പോൾ ഇത് ഇച്ചിരി നീളം കൂടും. പിന്നെ നമ്മൾ കാത്തിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ ടിക് ടിക് എന്നുള്ള അങ്ങ് മാറിയിട്ട് ടിക് ടിക് അങ്ങനെ ആകും. പിന്നെ ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ടിക്ക് അങ്ങ് നിൽക്കും. RCC പോയിട്ടുണ്ടോ? മനസ്സിന് വിഷമം വരുമ്പോൾ RCC വഴി ഒന്ന് കറങ്ങി വന്നാൽ മതി, സന്തോഷമാകും. മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ സ്പന്ദനങ്ങൾ അവസാനിക്കാറാകുമ്പോൾ അവൻ്റെ ഹാർട്ടിനെ ഒരു ബോളുമായിട്ട് ബന്ധിച്ചിട്ടേക്കുന്ന RCC കാണാം. ഒരു പന്ത് അതിങ്ങനെ പൊങ്ങും, മുകളിലേക്ക് താഴ്ത്തു വീഴും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊങ്ങും. ആ പന്ത് നിൽക്കുമ്പോൾ അവൻ നിൽക്കും. അഹങ്കരിക്കരുത്, നിഗളിക്കാനൊന്നുമില്ല. രാവണക്കിൻ്റെ കീഴിലാണ് ജീവിക്കുന്നതെന്ന് ഓർത്താണ്. ഈ ലോക സുഖങ്ങൾ മുഴുവൻ അങ്ങനെ. ചിലരുടെ മുഖമൊക്കെ വല്ലാതെ എല്ലോ ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മഹാകവി കെ.വി. ശമനസാറിന്റെ പാട്ടുണ്ട്, ആയുസെന്തുള്ളൂ നമുക്ക് ഈ ആയുസെന്തുള്ളൂ, ശോകമൂല ഗാത്രം പല രോഗബീജങ്ങൾക്ക് പാത്രം, അതിൽ ജീവൻ നിൽപ്പൊരു സൂത്രം, 4 വിരൽ നീളം മാത്രം. ഭാര്യ മക്കൾക്കെന്തു നേട്ടം, പല വീര്യം ഒടുക്കുവാൻ ഓട്ടം, കയ്യിലുള്ള കാലത്ത് കൊണ്ടാട്ടം, അത് ഇല്ലാതെയാകുമ്പോൾ ഓട്ടം. അതെ, ഇവിടുത്തെ മുഴുവൻ വാക്കുകളും ഇവിടുത്തെ മുഴുവൻ സ്നേഹബന്ധങ്ങളും അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കാൻ പറ്റൂ. എല്ലാം സുഗമമായി പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് വരാം. ഈ രാത്രി യോനായുടെ തലയ്ക്ക് മുകളിൽ പൊങ്ങിയ ആവണക്ക് അത് കണ്ട് അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത് ദേവദാസിനെ, അവൻ അത്യന്തം സന്തോഷിച്ചു. ചിലരിത് കാണുമ്പോൾ അത്യന്തം സന്തോഷിക്കും, അത്യന്തം സന്തോഷിക്കും. അതാ ഇന്ന് രാത്രി പറയുന്നത്, ഒന്നും കണ്ട് ഈ ലോകത്തിൽ കാണുന്നതൊന്നും അതൊന്നും കണ്ട് സന്തോഷിക്കരുത്. അതല്ല, ആവണക്കാണ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, പിറ്റേന്നാൾ പുലർന്നപ്പോൾ, നാളെ നേരം വെളുക്കുമ്പോൾ, പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവകൽപ്പനയാൽ ഒരു പുഴു ആ ആവണക്ക് നശിപ്പിച്ചു കളഞ്ഞു. സന്തോഷിച്ച ആവണക്ക് തന്റെ ജീവിതം മുഴുവൻ തനിക്ക് തണലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചത്. നീതിസാരം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഇന്ത്യയിൽ. അതിനകത്തൊരു ശ്ലോകമുണ്ട്, ചഞ്ചലം ധനം അഭായി ശരീരം, ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനമനായ, യമസ്യ കരുണ നാസ്തി യൗവനം ത്രീ ചതുരാണി ദിനാനി മൃത്യു ഗച്ഛതി കാല. ചഞ്ചലം ധനം, പണം അസ്ഥിരമാണ്. പോക്കറ്റിലിരിക്കുന്ന 500 രൂപയുടെ നോട്ടിലൊന്നും ഒത്തിരി ശേഖരിച്ച് കെട്ടിപ്പിടിക്കേണ്ട. നമ്മുടെ ഫോട്ടോ അല്ല, അതിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയാണ്. ചിലരൊക്കെ അതിലത്തെ പിടുത്തമൊക്കെ കണ്ടാൽ തോന്നുന്നു നമ്മുടെ ഫോട്ടോയാണ്. ചഞ്ചലം ധനം അഭായി ശരീരം, ഈ ശരീരം അപകടമാണ്. പ്രഷർ, ഷുഗർ, ഡയബറ്റിക്, കൊളസ്ട്രോള്, കഫം, വാദം, പിത്തം, ആർത്രൈറ്റിസ്, എന്ത് വേണ്ട. ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരോട് പറയാം, നല്ലൊരു ഡോക്ടറെ കൊണ്ട് നീ പരിശോധിച്ചോ, 5 രോഗം നിനക്കുണ്ട് ഉറപ്പാണ്. ഇതൊരു ഗിഫ്റ്റായിട്ട് കൊണ്ടുപോക്കൂ, സന്തോഷത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പരിശോധിക്കുന്നുമില്ല, നമ്മൾ പ്രാർത്ഥനയോടെ പോകുന്നു, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃപയാൽ. അതാണ് നമ്മുടെ സന്തോഷം, ഒന്നുമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആമേൻ. തിരുവല്ലായി 46 വയസ്സുള്ള ഒരച്ഛൻ ആഹാരം കഴിച്ചു. ഗൾഫിൽ നിന്ന് അവധിക്ക് വന്ന ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ ഭാര്യയോട് പറഞ്ഞു, വെള്ളം പറയാൻ മേലെ വിക്കി വെള്ളം വിക്കിള്. ഭാര്യ അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്നപ്പം അച്ഛൻ കസാര ചാരി കിടക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് സാഹിബിൻ്റെ ആശുപത്രി കൊണ്ടുപോയി 34 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശവശരീരം തിരിച്ചു കൊണ്ടുവന്നു. ഒരു രോഗമില്ല. അതുകൊണ്ട് ഇക്കളൊക്കെ വിടുന്നവർ സൂക്ഷിച്ചു വിടണം. അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്ന ആള് ആശുപത്രി ചെന്നു. ഭാര്യ പറഞ്ഞു,
എന്നാൽ ഇവിടെ വന്നല്ലേ എല്ലാം ബ്ലഡും എല്ലാം ഒന്ന് പരിശോധിച്ചൊക്കെ പറഞ്ഞു. എല്ലാം പരിശോധിച്ചു, ബ്ലഡ് അത് റൊമാറ്റിക് ഫീവർ ഇതെല്ലാം പരിശോധിച്ചു. അമ്മ ക്രിയാറ്റിന് എല്ലാം നോക്കി, നോർമൽ. കംപ്ലീറ്റ് പേപ്പറും പുള്ളിക്ക് കൈ കിട്ടി, എല്ലാം നോർമൽ, ഒന്നുമില്ല, കൊളസ്ട്രോൾ ഇല്ല, എല്ലാം കറക്റ്റ്. അമ്മ പ്രഷർ 80/120, ഷുഗർ 80/120, എല്ലാം സൂക്ക്. അമ്മേൻ പട്ടം ജംഗ്ഷനിൽ വെച്ച് തൻ്റെ കാറ് വേറെ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് അവിടെ വെച്ച് മരിച്ചു. എല്ലാം നോർമലാണെന്നുള്ള പേപ്പർ തൻ്റെ കയ്യിലിരിക്കുമ്പോൾ താൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്തേ ഇന്ന് രാത്രി ഞാൻ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, ചഞ്ചലം ധനം അപ്പായി ശരീരം, ക്ഷണം ചിത്തം ക്ഷണം വിത്തം, സ്വത്തസ്ഥിരം മനസ്സസ്ഥിരം. ആമേൻ. യവനം ത്രീ ചതുരാണിത് ഞാനി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ആമേൻ. ഈ ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ ശരീരത്തിൽ. ഞാൻ പറയുന്ന വാക്ക് പ്രസംഗത്തിന് യോജിച്ച ഭാഷയിലൊന്നും പറയല്ലേ. ലളിതമായ ചില കാര്യങ്ങൾ പറയുന്ന ചില ഗ്രാമത്തിലുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എത്ര ആരോഗ്യമുണ്ടെങ്കിലും വയറ്റിനകത്ത് കിടക്കുന്ന അഴുക്കുണ്ടല്ലോ, അതിന് വേറൊരു പേരുണ്ട്, അത് ഞാൻ പറയില്ല. അത് നല്ലപോലെ കലങ്ങി 5 പ്രാവശ്യം പോയാൽ മനുഷ്യ ജീവിതം അങ്ങനെ. എന്നാൽ അടുത്ത വാക്യം കേട്ടോ, അർത്ഥേ ഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്ര ബാന്ധവ, സുഹൃതം ദുഷ്കൃതം ഗച്ഛന്തി മൃത്യു മനു ഗച്ഛതി. എല്ലാം സെമിത്തേരി കൊണ്ട് അവസാനിക്കും. നീ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഒന്ന് കരമുയർത്തി എല്ലാവരും ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. 1 തിമോഥെയോസ് 1:15, മർക്കോസ് 10:45, ശുശ്രൂഷ ഏൽപ്പാനല്ല ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്ര യേശു വന്നത്. 1 യോഹന്നാൻ 3:8, പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസ് 19:10, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. എൻ്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ചില കാണാതെ പോയതിനെ, അമ്മ കാണാതെ പോയത്, അപ്പൻ കാണാതെ പോയത്, ബന്ധുക്കൾ കാണാതെ പോയത്, എല്ലാവരും കാണാതെ പോയപ്പോൾ നിന്നെ തേടി വരുന്നൊരു യേശുവിനെ, നിന്റെ പാപങ്ങളെ മോചിക്കാൻ വരുന്ന യേശുവിനെ, നിന്നെ വിടുവിക്കാൻ വരുന്ന യേശുവിനെ, കാൽവരുടെ കുലത്തളത്തിൽ നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കി തന്ന എന്റെ പ്രാണനാഥനായ യേശുവിനെ ഇന്ന് രാത്രി വെഞ്ഞാറമുട്ടിൽ ഒരു പ്രാവശ്യം കൂടെ ഉയർത്താൻ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ അയക്കാം. താങ്ക്സ് സാറേ, ഒത്തിരി സന്തോഷം. കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഇന്ന് രാത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന തങ്കച്ചൻ വിതുര ലോകത്തിലെ അനേക സോഷ്യൽ മീഡിയ സ്റ്റേജുകളിൽ ഒത്തിരി പ്രശസ്തനാണ്. എന്നാൽ ഹൃദയത്തിനകത്ത് ആരോടും പങ്കുവയ്ക്കാത്ത കുറെ മുറിവുകൾ കൊണ്ട് നടക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവത്തിന് മാത്രമേ അതറിയത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, പ്രാർത്ഥിച്ചു പറയുന്നു, രക്ഷിക്കപ്പെട്ട ദൈവത്തിലാന്ന് എനിക്കറിയാം. ഞങ്ങൾ പറയുന്നു, തമ്പുരാ കൈവിടത്തില്ല. ആരെല്ലാം ഒതുക്കി മാറ്റി നിർത്തിയാലും, പലതിൻ്റെ പേര് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തിയാലും ഒരു കൃപയുണ്ടല്ലോ അകത്ത്, വിടില്ല തമ്പുരാൻ, മാനിക്കും, ഉയർത്തും ദൈവം ഇന്ന് കാണുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്. ഇതൊരു പ്രവചന ദൂതായിട്ട് ഏറ്റെടുത്തു. ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത ചില മേഖലകളിൽ, ചില ഉയർച്ചയുടെ മേഖലകളിൽ, അപ്രപാളികളിൽ തമ്പുരാൻ കൊണ്ടുവരാൻ പോകുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ലെന്ന് കുറിച്ചിട്ടു. ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക്, ആ ക്രൂശിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എൻ്റെ കൂടെ സ്നേഹത്തെ എത്ര നാൾ തള്ളി സ്നേഹത്തെ എത്ര നാൾ തള്ളി ഈ മഹാ
ദൈവമേ How beautiful. ഈ മഹാപാപം ദൈവമേ സ്നേഹിപ്പാൻ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല. ദൈവത്തിൽ ജീവിക്കും. ഇതൊരു പാട്ടല്ല, ഇതൊരു മെസ്സേജാണ്. എല്ലാവരും ഒരു തീരുമാനം പറഞ്ഞു, ദൈവത്തിൽ പൈതലായി. ദൈവത്തിൽ ജീവിക്കും. പ്രാണനാഥൻ എൻ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ ചാകും. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ച് ആ കരം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ യേശുപ്പൻ ആ കരത്തെത്തോടും. യേശുപ്പത്തോടും നിങ്ങളുടെ ആ കരത്തെ ദൈവത്തോടും നിങ്ങളുടെ ഹൃദയം അറിയുന്ന തമ്പുരാൻ എന്ന് രാത്രി പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കെ എബ്രഹാമിന് മുമ്പിലല്ല, ഞങ്ങൾ ഈ സംഘാടകരുടെ മുമ്പിലല്ല, അരുമനാഥന്റെ മുമ്പിൽ, സത്യവചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിന്റെ മക്കൾ ഉയർത്തിപ്പിടിച്ചത് കയ്യെ സർവശക്തനായ ദൈവമേ രാത്രി തൊടണമേ, തൊടണമേ, തൊടണമേ. നിന്റെ മക്കൾ ഇന്ന് രാത്രി മടങ്ങിപ്പോകുമ്പോൾ ഈ മഹാസമ്മേളനത്തിന്റെ പ്രഥമ രാത്രി തന്നെ സർവശക്തനായ ദൈവം എന്നെ തൊട്ടു എന്ന ബോധ്യത്തോടെ പോകുവാൻ യോന മടങ്ങി വന്നതുപോലെ ഈ രാത്രി ചിലർ മടങ്ങി വരട്ടെ. പുതുതായി ചിലർ ക്രിസ്തുവിന്റെ മക്കളെ തീരട്ടെ. ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതട്ടെ. വിശ്വാസത്തിൽ ശക്തിപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹത്തോട് തന്നെ മക്കളെ അയച്ചാട്ടെ. നല്ല മ്യൂസിക് ടീമിനായി സ്തോത്രം. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിന് മക്കൾക്കായി സ്തോത്രം. നല്ല കൊയറിനായി പ്രിയപ്പെട്ട അംഗങ്ങൾക്കായി സ്തോത്രം. സോഷ്യൽ മീഡിയയിൽ ഇത് ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല സൗണ്ട് സിസ്റ്റത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ യോഗം അധ്യക്ഷം വഹിച്ച സമുച്ചാനായി
ഈ സഭയുടെ ശുശ്രൂഷകനായി കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. അനുഗ്രഹത്തോടെ കർത്താവ് അയക്കണം, കൃപയിൽ നിറച്ചേക്കണം. എസ്പെഷ്യലി ഇന്ന് രാത്രി ഞങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങസാറിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനും ഈ യോഗത്തിൽ പങ്കെടുത്തല്ലോ. പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തൻ്റെ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തൻ്റെ ഉയർച്ചകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങൾ അയക്കണം, കൃപയിൽ നിറച്ചയക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നന്ദി. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ചേർത്തടിച്ചു സഹോദരൻ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജന വാഴ്ത്തുനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജന വാഴ്ത്തുനാമം. എല്ലാ മുഴക്കാലും മടങ്ങിടുത്തിരും വല്ലഭത്തുമുള്ള നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടുത്തിരും വല്ലഭത്തുമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. വല്ലഭാവം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാവം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യരെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റുക ഉന്നതന്റെ വന്യനാമം. അന്യരെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റുക ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏറെ എനിക്കിമ്പനാമം.